അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും
പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ, കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിലും നയിക്കുക. ആമേൻ. ലൂക്ക 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇത് നിസ്സാരമായ ഒരു വചനമല്ല. ഇതിന്റെ കണക്ഷൻ കിടക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലും നിശ്ചലമായ ജലാശയങ്ങളുമാണ്. അവിടുന്ന് തന്നെ പച്ചയായ പുൽപ്പുറങ്ങൾ അവിടെ നിന്ന് കിടത്തും, നിശ്ചലമായ ജലാശയത്തേക്ക് അവിടെ നിന്ന് നയിക്കും. അങ്ങനെ നയിച്ച് ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈശോ പരിശുദ്ധം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? കാലാവസ്ഥ മാറി. മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു ചോദിക്കണില്ലേ? ആ ദൈവത്തിൻ്റെ ചോദ്യമാണത്. അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു വിശ്വാസമായിട്ട് തുടരാൻ നിങ്ങൾ അക്സെപ്റ്റബിൾ അല്ല. അതാണ് വിഷയം. മസ്റ്റ് ബി നോട്ട്. അത് നിസ്സാര കാര്യമല്ലത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർദാനിൽ നിന്ന്, ആ ജോർദാൻ നദിമുഖത്ത് നിന്ന് എങ്ങോട്ടാണ് ഈശോ പോണത്? ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജോർദാനിൽ നിന്ന് മടങ്ങി, ജോർദാൻ നദിമുഖത്തിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പം നോക്കി, ഇവ മൗനമായി തന്നെ പോവുകയാണ്. യാതൊരു റിയാക്ഷനുമില്ല, റെസ്പോൺസില്ല, അതുപോലെ തന്നെ മൽപ്പിടുത്തങ്ങളില്ല, ഒന്നുമില്ല. അതായത് ഈ നദീമുഖത്ത് നിന്ന് പിന്നീട് നേരെ ഓപ്പോസിറ്റ് കാലാവസ്ഥയിലേക്കാണ് ഈശോ പോണത്. അതുകൊണ്ടാണ് ജോബ് ചോദിക്കുന്നത്, മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു. അതൊക്കെ മുമ്പ് ഈശോയ്ക്ക് ഒരു സ്റ്റാറ്റസ് കൊടുക്കും ദൈവം. ഭയങ്കര രസമാണ് ഈ ബൈബിള്. അതായത് ഈ ജോർദാൻ നദി വെച്ച് ഈശോയ്ക്ക് സ്റ്റാറ്റസ് കൊടുക്കും. എന്താ പറയണത്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ. അതാണ് സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് വാങ്ങിച്ചിട്ടാണ് ഈശോ മരുഭൂമിയിലേക്ക് പോണത്. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇതാണ് ഈശോയ്ക്ക് കിട്ടിയ സ്റ്റാറ്റസ്. എന്താണത്? പദവി എന്താണ്? ഇവൻ എൻ്റെ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഇപ്പം സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്ത് ഡിഫൈനായി അല്ലേ? ഇനി മരുഭൂമി എന്താ? ഇനി നേരെ ഈശോനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണ കാണാം. നമ്മുടെ ജീവിതമായിട്ട് കൂട്ടിച്ചു വായിക്കണം കേട്ടോ. ഇത് നമ്മൾ പലപ്പോഴും ജീവിക്കുന്ന ജീവിതം ആധ്യാത്മിക ജീവിതമല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതം ആർക്ക് വേണം? നമ്മളെല്ലാം ജീവിച്ചു കൊണ്ട ജീവിതം ഉണ്ടല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതവും ബൈബിൾ ജീവിതവും തമ്മിൽ ചില സമയത്ത് സമാന്തര രേഖയായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം ഭക്തിയുടെ കൊടുമുടിയിൽ നിന്ന് ഈശോ ഇറങ്ങി എങ്ങോട്ടാണ് പോണത്? ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ അവൻ്റെ ഈ സ്റ്റാറ്റസ് എന്താണ്? ബിലവഡ് സണ്ണാണ്.
ഈ ബിലവഡ് സൺ ആരുടെ ബിലവഡ് സണ്ണാണ്? ദിസ് ഈസ് മൈ ബിലവഡ് സണ്ണാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം പുന്നോമന മകന. അതാണ് സ്റ്റാറ്റസ്. ഇനി മരുഭൂമി എക്സ്പീരിയൻസ് വരുമ്പോൾ ഇപ്പം ഈ എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസാണ്? ദൈവം നമ്മുടെ പിതാവാണ്, നമ്മളെ ദൈവത്തിന് മഹത്വവും അതുപോലെ തന്നെ നമ്മൾക്ക് ദൈവം അംഗീകാരമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പശ്ചാത്തലപ്പുറങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിശ്ചയമായ ജലാശയത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഓളവും കുടിച്ച് വിശ്രമിച്ച് നിൽക്കുകയാണ്. ഇവിടുന്ന് നേരെ കാലാവസ്ഥ ഭേദത്തിലേക്ക് വരും. പിന്നെ എങ്ങോട്ടാണ് പോണത്? മരുഭൂമിയിലേക്ക്. ഈ മരുഭൂമി കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബോധമുണ്ട്. എന്താ കാര്യം? ആത്മാവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒന്നാ വചനം ഒന്നൊരു വായിച്ചേ. ലൂക്കാ 4:1. ലൂക്കാ 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അതായത് ഈ ജോർദാനിൻ്റെ എല്ലാ സർവ്വസമ്പദ് സമൃദ്ധിയിൽ നിന്നും മടങ്ങുകയാണ്. എപ്പോഴായാലും മടങ്ങേണ്ടി വരും മക്കളെ. ദൈവ പൈതലാണ് നീ. ജോബ് മടങ്ങിയത് കണ്ടില്ലേ? ഇപ്പം ഈശോയും മടങ്ങുകയാണ് ശരിക്കും. അതായത് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം വന്നാൽ നമ്മുടെ മനസ്സിന് ആദ്യമേ ഉണ്ടാകണം ഇവിടുന്ന് മടങ്ങേണ്ടി വരുമെന്ന്. ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഭക്തിയും പ്രാർത്ഥനയും കാണിക്കുന്നത്? മടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ശരിയല്ലേ? അതായത് നമുക്ക് പണി ഉണ്ടാക്കല്ലേ, പണി വരല്ലാതിരിക്കുന്നത്. പക്ഷേ ദൈവപൈതലാണെങ്കിൽ ഈ ബൈബിളിലെ നിർഭയത്വം എന്താണ്? ബൈബിളിലെ നിർഭയത്വം എന്ന് പറയുന്നത് വിൽ ഓഫ് ഗോഡ് സ്വീകരിക്കാനുള്ള കഴിവിനാണ് നിർഭയത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇടിവെട്ടും പാമ്പ് കഴിയുമൊന്നുമല്ല. ബൈബിളിലെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. ഫിയർ നോട്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അതായത് തമ്മിൽ യോജിച്ചാൽ പോണത്. വിൽ ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ, വിൽ ഓഫ് ഗോഡാണത്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഒന്ന് പറഞ്ഞ മക്കളെ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ അതൊരു ദൈവ പൈതലാകുമ്പോ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം. ഇപ്പം കടമാണ്, രോഗമാണ്, ഭർത്താവ് എന്നോട് സംശയമാണ്, എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോഴും ഓർക്കണം ദൈവവേദനെ, നീ പതറരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. എന്താണ്? നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാകണം. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒത്തിരി നന്ദി. എൻ്റെ പേര് മേഘ ബോബി. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനം വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ മാസം 2023. അന്ന് ഞാൻ വരുമ്പോൾ ഞാൻ CMA എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കുമായിരുന്നു. CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ 2 സ്ട്രക്ചറായിട്ടാണ് എക്സാം ഉള്ളത്, ഇൻ്റർമീഡിയറ്റ് ലെവലും ഫൈനൽ ലെവലും. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്. അമ്മ കൃപാസനത്തിൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഇങ്ങനെ യൂട്യൂബ് വഴി കുറേ കണ്ട്, അങ്ങനെ അമ്മ വഴിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കിങ്ങനെ പോവാം എന്നുള്ളത്. അങ്ങനെ ഇവിടെ വരുമ്പോഴാണ് ഡിസംബർ 2023 എനിക്ക് ഫൈനലിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ എക്സാം ഉണ്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 4 പേപ്പർ. അങ്ങനെ ഞാനിവിടെ വരുന്നു, വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഈ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് 8 പേപ്പറാണ് മൊത്തം, ഫൈനലും 8 പേപ്പർ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഒക്കെ യൂഷ്വലി ഓരോരുത്തർക്ക് പെട്ടെന്നൊക്കെ ക്ലിയർ ആവുന്നതാണ്. ഫൈനലാണ് എല്ലാവർക്കും ഒത്തിരി തവണ എഴുതി കിട്ടുന്നത്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. ഞാൻ ഇൻ്റർമീഡിയറ്റ് എനിക്ക് 3 വർഷം എടുത്തു ക്ലിയർ ആവാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്നു, അങ്ങനെ ഒത്തിരി തടസ്സങ്ങൾ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ കൃപാസനത്തിൽ ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു മെയിൻ കാര്യം, എൻ്റെ നിയോഗത്തിൽ എഴുതിയ ഒരു കാര്യം, എനിക്ക് ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം. എനിക്ക് ഇൻ്റർമീഡിയറ്റ് ഇങ്ങനെ ഒത്തിരി തവണ എഴുതിയ പോലെ വേണ്ട, ഫൈനൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം എന്നായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു, വീട്ടിൽ പോയി. അപ്പോൾ കാശ് രൂപമുണ്ട്, എണ്ണയുണ്ട്.
അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അതെ, ഉടമ്പടി തൈലം, പിന്നെ ഉപ്പ്. അപ്പോൾ എനിക്ക് രാത്രിയിലാണ് ഞാനിരുന്ന് പഠിക്കുന്നത്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല, എനിക്കത് പറ്റാറുമില്ല, രാവിലെ എഴുന്നേക്കാനേ പറ്റത്തില്ല. അപ്പോൾ അതെനിക്കൊരു ചാലഞ്ചായിട്ട് തോന്നി. പക്ഷേ എൻ്റെ അമ്മ എന്നെ വിളിച്ചു, ഞാൻ 5:30 എഴുന്നേറ്റു. ഇടയ്ക്ക് മടിയുണ്ടെങ്കിലും പിന്നെ അത് എനിക്കൊരു റുട്ടീൻ പോലെയായി. രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥന ചെല്ലുന്നു, മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് തിയറി പേപ്പർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ രാവിലെ ഞാൻ മാതാവിൻ്റെ ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാൻ ആദ്യം ഇരിക്കുന്നത് തന്നെ ലോ പേപ്പറിലായിരുന്നു. അപ്പോൾ ലോ പേപ്പർ തിയറി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ആ തൈലം അത് ഞാൻ കുരിശിൻ്റെ ആകൃതിയിൽ ടെക്സ്റ്റിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. എന്നിട്ടാണ് ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് ഗ്രാജുവലി എനിക്ക് തോന്നി, ലോ ഇത്ര പഠിച്ച പോലെയല്ല, എനിക്ക് നല്ലപോലെ ഗ്രാബ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോരോ പേജുകൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എനിക്ക് ബാക്കിയുള്ള പേപ്പേഴ്സ് വെച്ച് എനിക്ക് ലോ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി അനുഭവം എനിക്ക് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനകളാണെങ്കിലും നല്ലപോലെ ചെല്ലാൻ തുടങ്ങി. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫാണെങ്കിലും എൻ്റെ സ്വഭാവമൊക്കെ ഒത്തിരി മാറാൻ തുടങ്ങി. വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ നല്ല രീതിയിലൊക്കെ ദേഷ്യമൊക്കെ കുറച്ച് കുറയുകയൊക്കെ ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ ഞാൻ ഡിസംബർ 2023 എക്സാം എഴുതി. 4 പേപ്പർ എനിക്ക് ക്ലിയറായി. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന എക്സാം ജൂൺ 2024 അപ്പോൾ അന്നേരവും ഞാൻ 4 പേപ്പർ എഴുതി. അന്നേരം ഈ എക്സാമിന് പോകുമ്പോൾ കാശ് രൂപ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോയൊരു എക്സാമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു പേപ്പർ. നല്ലപോലെ ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ടഫായിട്ട് വന്ന ഒരു പേപ്പറായിരുന്നു അത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ പോയി എന്ന് തന്നെ വിചാരിച്ചത്. കാരണം നമ്മുടെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത, ഒരു പേപ്പർ ഫെയിലായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൂടെ എഴുതണം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കിട്ടും, എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാശ് രൂപം പിടിച്ചിട്ടായിരുന്നു എക്സാം, മുറുകെ പിടിച്ചിട്ടായിരുന്നു എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ മാതാവിൻ്റെ ഇതൊക്കെ പിടിച്ചല്ലേ എഴുതിയത്, എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു, ഒരു പോസിറ്റീവായിട്ടൊരു എനർജി. അങ്ങനെ ജൂൺ 2024 എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ഫൈനൽ ക്ലിയറായി. ഞാൻ ഒക്ടോബർ 2023 ഉടമ്പടി എടുത്തു. ജൂൺ 2024, അതായത് 2 ടേമിലാണ് എക്സാം നടക്കുക, ഡിസംബർ ടേമും ജൂണും. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പം തന്നെ എനിക്ക് ഫൈനൽ ക്ലിയർ ആക്കാൻ പറ്റി. അത് പിന്നെ എനിക്കൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ രണ്ടാമത് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു ജോലി കൂടെ കിട്ടി, നല്ല ജോലി കൂടെ കിട്ടിയിട്ട് സാക്ഷ്യം പറയണം എന്നുള്ളത് എനിക്കൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത് സെപ്റ്റംബർ 2024. അങ്ങനെ ഇവിടെ വന്ന് പുതുക്കുന്ന സമയത്ത് ഞാൻ എഴുതിയ നിയോഗത്തിൽ എഴുതിയൊരു കാര്യമാണ്, എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ത്രൂ തന്നെ ജോബ് കിട്ടണം എന്നുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ചെന്നൈയിലായിരുന്നു, ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ചെന്നൈയിലേക്ക് പോയി 3 ദിവസത്തെ പ്ലേസ്മെൻറ്റ് ഇൻ്റർവ്യൂവിനായിട്ട്. അവിടെ ചെന്ന് 3ാമത്തെ ദിവസം എനിക്ക് നല്ലൊരു US MNC കമ്പനിയിൽ ഓഫർ ലെറ്ററോട് കൂടിയാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അന്നേരം ഞാൻ ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എനിക്ക് യൂഷ്വലി ഭയങ്കര പേടിയുള്ള ഒരാളാണ്. സംസാരിക്കുമ്പോൾ എഡറും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. കോൺഫിഡൻറ്റ് ആണെങ്കിലും പക്ഷേ ഭയങ്കര ഒരു എടർച്ചയൊക്കെ വരും. പക്ഷെ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇവിടുന്ന് കൃപാസനത്തിലെ ഉപ്പ് ഞാൻ നാവിൽ കുരിശ് ആകൃതിയിൽ വരച്ച് അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ആൻസേഴ്സൊക്കെ പറഞ്ഞത്. എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ എനിക്ക് ഒത്തിരി അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും കുഞ്ഞാണെങ്കിലും എനിക്കത് വലിയ കാര്യങ്ങളാണ്. എൻ്റെ കാൽക്കുലേറ്ററൊക്കെ പെട്ടെന്ന് എക്സാമിൻ്റെ പോകുന്നതിൻ്റെ അന്ന് രാവിലെ പെട്ടെന്ന് കാൽക്കുലേറ്റർ വർക്കാവുന്നില്ല. അപ്പം ഞാൻ തൈലം പുരട്ടി ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കുരിശ് വരയ്ക്കുക. പക്ഷേ അത് വർക്കായി, പെട്ടെന്ന് വർക്കായി. അപ്പോൾ എനിക്കതൊക്കെ അത് വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ കഴിഞ്ഞു. ഇപ്പം ഞാൻ 1 ഇയർ ആവുന്നു കമ്പനിയിൽ. ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കുറച്ച് കുറച്ച് ദേഷ്യം വാശിയൊക്കെ നല്ലപോലെ കുറഞ്ഞു.
പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അധികമൊന്നും ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല, എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് സാലറി കിട്ടുമ്പോൾ എൻ്റെ ഫസ്റ്റ് സാലറിയിൽ എനിക്ക് ഒരു നേരത്തെ ഫുഡെങ്കിലും കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അതുപോലെ തന്നെ സാധിച്ചു. എൻ്റെ ഫസ്റ്റ് സാലറി എമൗണ്ട് ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ ഒരു നേരത്തെ ഫുഡ് അവർക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു തവണയായിട്ട് ജനറൽ ഹോസ്പിറ്റൽ അവിടെ ആണെങ്കിലും ഒരു നേരത്തെ കഞ്ഞി എനിക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ പത്രം, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴായിരുന്നു ഉടമ്പടി എടുത്തതൊക്കെ. അപ്പോൾ ഹോസ്റ്റലിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അക്രൈസ്ഡ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവർ CA പഠിക്കുന്ന പിള്ളേരുണ്ട്, SCA പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഈ പ്രൊഫഷണൽ കോഴ്സ് നമുക്ക് ഒരു പേപ്പർ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത അറ്റംപ്റ്റ് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒത്തിരി പ്രഷറാണത്. കുറേ പേര് ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ ഈ പത്രം കൊടുത്തിട്ട് ഞാൻ പറയുമായിരുന്നു, ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് ഡിസംബർ ആയപ്പോൾ തന്നെ എൻ്റെ ഒരു ടഫായിട്ടുള്ളൊരു പേപ്പറാണ് എനിക്ക് ആദ്യത്തെ ഇത് തന്നെ കിട്ടിയത്, 4 പേപ്പർ. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങളുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ടും കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേര് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ പറയിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടി, അങ്ങനെ 2-3 പേർക്ക് ഇങ്ങനൊരു അനുഭവം കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ ഞാൻ വഴി എൻ്റെ 2 ഫ്രണ്ട്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും എൻ്റെ ഫാമിലിയിലാണെങ്കിലും മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. അറിയാൻ അവസരം ലഭിച്ചതിനോർത്ത് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ വരുന്നത് അങ്കമാലി കറുവിറ്റിയിൽ നിന്നാണ്. ഞങ്ങളുടെ കുടുംബം മൊത്തമായി ഉടമ്പടി ജീവിതത്തിലാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അതിൽ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ചുള്ള ഒരു രോഗസൗഖ്യമാണ് പ്രധാനമായി ഞാൻ പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കണ്ണിന് കാഴ്ച കുറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ പിറ്റേ ദിവസം ആൾ വരുന്നപ്പോൾ നമ്മൾ ഒരു ബ്ലൈൻഡായിട്ട് വ്യക്തി എങ്ങനെ നോക്കുന്നോ അതുപോലെയുള്ള രീതിയിലായിരുന്നു ആളുടെ നോട്ടവും നടത്തവും. ആളുടെ കൃഷ്ണമണിക്ക് സ്റ്റക്കായി പോയി. ഞങ്ങൾ ആയുർവേദം അലോപ്പതിയൊക്കെ മാറി മാറി കണ്ടു. ഡോക്ടർമാർ പറഞ്ഞു കണ്ണിന് ഒട്ടും ടെസ്റ്റ് കൊടുക്കരുത്, ഉറക്കമൊളിക്കരുത് എന്ന് നിർദ്ദേശങ്ങളൊക്കെ തന്നു. പക്ഷേ ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കമൊളിക്കാത്ത സമയം കുറവായിരുന്നു ആ ദിവസങ്ങളിൽ. പ്രത്യേകിച്ചും അത് മാതാവിൻ്റെ ഒരു മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നു. ആ ദിവസങ്ങളിൽ പ്രോപ്പറായി അടുപ്പിച്ച് തന്നെ ഹസ്ബൻഡിന് 3-4 ദിവസം ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത ഡ്യൂട്ടിയായിരുന്നു. അപ്പോൾ വീട്ടിൽ വരുന്ന ദിവസം ഞാൻ തൈലം നെറ്റിയിലും കൺപോളകളൊക്കെ പറ്റി കൊടുക്കും. അതിനുശേഷം ഞാൻ എൻ്റെ കണ്ണിൽ തന്നെ പറ്റി നെറ്റിയിലും പറ്റി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞാൽ 3-4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ തീർത്തും ഉറങ്ങാൻ പറ്റിയില്ല. ഉറങ്ങാതെ വീട്ടിൽ വന്നു. അപ്പോൾ ആൾക്ക് കണ്ണിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളെങ്ങനെ നോക്കുന്നോ അതുപോലെ നല്ല രീതിയിൽ നോക്കാനും അയാൾക്കെല്ലാം ഡബിൾ വിഷനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ നമ്മളെങ്ങനെയാണ് ചേട്ടൻ മുമ്പ് നോക്കിയിരുന്നേ അതുപോലെ തന്നെ നോക്കാൻ സാധിച്ചു. ഇത് വലിയൊരു മാതാവിൻ്റെ മഹത്വം ദർശിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിന് ഇടവരുത്തി. എൻ്റെ ഹസ്ബൻഡിനെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഇപ്പോഴും തുടർന്നും എല്ലാ ദിവസവും പോകുമ്പോഴും തൈലം പറ്റി ഞങ്ങളെല്ലാവരും തൈലം ഉപയോഗിച്ച് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈശോയെ 1000 നന്ദി, മാതാവിനും പരിശുദ്ധമ്മയ്ക്ക് 1000 നന്ദി. ഇനി എൻ്റെ മക്കൾക്ക് ഉണ്ടായ അനുഗ്രഹങ്ങൾ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തും. വിശ്വസിക്കട്ടെ. എൻ്റെ പേര് ഡിക്സൺ ബേബി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 9, 2025 ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയമായി വളരാനും പിന്നെ സമാധാനം. എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പം എനിക്കങ്ങനെ കാര്യമായിട്ട് ടെൻഷനോ ഒന്നിനെക്കുറിച്ച് ഒരു ആകുലതയില്ല. നല്ലൊരു സമാധാന ജീവിതമായിട്ട് ആണ് ഇപ്പം നയിക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഞാൻ ഉദ്ദേശിച്ച കോഴ്സിന് തന്നെ അഡ്മിഷൻ കിട്ടിയതാണ്. ഞാൻ ഒരു 1000-ഓളം ആപ്ലിക്കേഷൻസ് സ്വന്തമായിട്ടും പല ഏജൻസി വഴിയും ജർമ്മനിലുള്ള ജർമ്മൻ ഏജൻസി വഴിയും ഞാൻ അയച്ചായിരുന്നു. പക്ഷേ എല്ലാവർക്കും എനിക്കൊരു റിജക്ഷനാണ് കിട്ടിയത്.
മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ പോകാൻ ഉദ്ദേശിച്ച കോഴ്സിന് ജർമ്മനിയിലുള്ള ആൾക്കാരെയാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാർച്ച് 9 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ ഉടമ്പടി തന്നെ എനിക്ക് തീരാറാവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ജർമ്മൻ ഒരു ഏജൻറ്റ് ഇങ്ങോട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും എനിക്ക് പാസ്സാവാനും സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു, എനിക്ക് ജർമ്മനിയിൽ എവിടെ കിട്ടിയാലും പള്ളിയും അത്യാവശ്യം പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം വേണമെന്ന്. അതേപോലെ തന്നെ മാതാവ് എനിക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന സ്ഥലം ഞാൻ എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ ഇരട്ടിയായിട്ട് ആണ്. അതായത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തായാലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായാലും എല്ലാത്തിൻ്റെ അടുത്തും പള്ളിയുണ്ട്, അതും ഒരു 500 മീറ്ററിന് താഴെ. അതുപോലെ തന്നെ പാർട്ട് ടൈമിനും ഒരുപാട് ഓപ്ഷൻസ് അതിൻ്റെ ചുറ്റും മാതാവ് എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് VFS വിസ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് ഓഗസ്റ്റ് 1 ആയിരുന്നു. പക്ഷേ എൻ്റെ കോൺട്രാക്റ്റ് വന്നത് ജൂൺ ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ അപ്പോയിൻമെൻറ്റ് കുറേ ട്രൈ ചെയ്തു, പല രീതിയിലും ട്രൈ ചെയ്തു. എനിക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കാണിക്കുന്നത് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് കാണിക്കുന്നത് തന്നെ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് ഇല്ലെങ്കിൽ സെപ്റ്റംബറിലേക്കായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ജൂലൈ 2 അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചു. ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ബ്ലെസ് ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് പോയി. പക്ഷേ ആ സമയത്ത് ഇവിടെ ഇതേപോലെ ഒരു ചേച്ചി ഇന്ന് സാക്ഷ്യം പറയുന്നുണ്ടായി. സാക്ഷ്യത്തിൽ ആ സാക്ഷ്യം കേട്ടിട്ട് അച്ഛൻ പെട്ടെന്ന് അടുത്ത ആളുടെ അടുത്ത് നിന്ന് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നീ ആ സാക്ഷ്യം കേട്ടോ. സാക്ഷ്യത്തിൽ ആ ചേച്ചി പറഞ്ഞത് ആ ചേച്ചിക്ക് ഒരു പൊസിഷൻ മാതാവ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിനെ പറ്റിയായിരുന്നു. ഞാനിവിടെ ബ്ലെസ്സിങ് മേടിക്കാൻ നിൽക്കുന്ന കാര്യം കൊണ്ട് തന്നെ ഞാൻ അധികം അത് ആദ്യം മുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അച്ഛൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത്, അതും അവസാനമായിരുന്നു. അപ്പം പിറ്റേ ദിവസം തന്നെ ആ സാക്ഷ്യം യൂട്യൂബിൽ വരികയുണ്ടായി. ഞാൻ രാവിലെ തന്നെ ആ സാക്ഷ്യം കണ്ടു. അപ്പോഴാണ് എനിക്ക് ശരിക്കും അത്ഭുതമായത്. കാരണം ആ ചേച്ചി ആ സാക്ഷ്യത്തിൽ പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട്, 28 ദിവസം. ആ 28 ടൈം പീരീഡ് തന്നെയാണ് ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്തും പറഞ്ഞത്. ഞാനിവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നത് ജൂലൈ 2 കറക്റ്റ് ഒരു 28 ദിവസം തന്നെ എനിക്കുണ്ടായുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ വഴി മാതാവ് എനിക്ക് തന്ന ഒരു മെസ്സേജാണ് ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അങ്ങനെ അത് വിശ്വസിച്ചു. പിന്നെ ആ ആഴ്ച തന്നെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ, അതായത് 7 അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുണ്ടായി വിസ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് 8 ദിവസത്തിനുള്ളിൽ ശരിയാവുന്നു. അതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞ പോലെ 8ാമത്തെ ദിവസം എനിക്കൊരു ബാംഗ്ലൂരിൽ ഒരു ഏജൻറ്റ് വഴി എനിക്ക് VFS ഡേറ്റ് കിട്ടി. അത് ഓഗസ്റ്റ് 4 എനിക്ക് കിട്ടിയത്. അന്ന് തന്നെ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത അന്ന് തന്നെ ഞാൻ ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തു ഓഗസ്റ്റ് 3 പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എനിക്ക് ബുക്ക് ചെയ്ത് തന്ന കാറ്റഗറി വേറെയായിരുന്നു. എനിക്ക് ഏത് കാറ്റഗറിയാണോ വേണ്ടത് അതല്ലായിരുന്നു എനിക്ക് ബുക്ക് ചെയ്തത്. ഞാനപ്പോൾ ഈ ഒരു പ്രോബ്ലം പറഞ്ഞുകൊണ്ട് VFSലേക്കും ജർമ്മൻ കോൺസുലേറ്റിലേക്കും ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമുക്കിതിൽ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ അവർ പറഞ്ഞത് ഇതിൽ പറ്റില്ല, ഇത് റിജക്ഷൻ ആവുള്ളൂ, ഇത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് എടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ക്യാൻസൽ ചെയ്യാൻ നോക്കിയപ്പോഴും പിന്നെയും ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടിക്കണ അപ്പോയിൻമെൻറ്റ് ഡേറ്റിൻ്റെ 3 വർക്കിംഗ് ഡേയ്സ് മുന്നേ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എനിക്ക് ഓഗസ്റ്റ് 4 കിട്ടിയത്. ജൂലൈ ലാസ്റ്റ് വീക്കൊക്കെയാണ് എനിക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ക്യാൻസൽ ചെയ്ത് പുതിയൊരു ഡേറ്റ് എടുക്കാമെന്ന് വെച്ചാൽ തന്നെ എനിക്ക് സെപ്റ്റംബർ ലാസ്റ്റിലോ ഒക്ടോബർ 1 ഒക്കെ ഡേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരുപാട് ക്ലാസ് പോവും. ഓഗസ്റ്റ് 1 തൊട്ട് ഒക്ടോബർ വരുന്ന ഒരുപാട് ക്ലാസ് പോവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അപ്പോഴും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ജൂലൈ അവസാനം ലാസ്റ്റ് വീക്ക് ആയപ്പോൾ ഏജൻറ്റ്, അതായത് ബാംഗ്ലൂരിലെ ഏജൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു, ക്യാൻസലായിട്ടുണ്ട്, ഫുൾ എമൗണ്ട് എനിക്ക് റീഫണ്ടും ചെയ്തു, ക്യാൻസലായെന്ന് പറഞ്ഞ്. അന്ന് തന്നെ ഞങ്ങൾ പുതിയൊരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവരുടെ സൈറ്റിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ പഴയ അപ്പോയിൻമെൻറ്റ് സ്റ്റിൽ വാലിഡ് ആണെന്ന് പറഞ്ഞ്. ആക്ച്വലി ഏജൻറ്റ് നമുക്ക് ക്യാൻസലായെന്ന് പറഞ്ഞ് ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ക്യാൻസലാവാത്തത് എന്ന് മനസ്സിലായില്ല. പിന്നെ ചിന്തിച്ചു ചിലപ്പോൾ ഒരു 24 മണിക്കൂറൊക്കെ എടുക്കും അതിൽ അവരുടെ സൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു.
പിന്നെയും പിറ്റേ ദിവസം നോക്കിയപ്പോഴും സെയിം സിറ്റുവേഷൻ, ഇത് ആക്റ്റീവായിട്ട് തന്നെ കാണിച്ചത്. അപ്പം മനസ്സിലായി ഇത് മാതാവ് ക്യാൻസലാക്കാത്തതാണ്, മാതാവാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഓഗസ്റ്റ് 3-ാം തീയതി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഉള്ള കാരണം തന്നെ അന്ന് രാവിലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആക്റ്റീവാണെങ്കിൽ പോവാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് വേറൊരു കാറ്റഗറി ആയിരുന്നു. ആ കാറ്റഗറിയിൽ പോയാൽ എനിക്ക് വിസ അടിച്ച് കിട്ടില്ല എന്ന് ജർമ്മൻ കോൺസുലേറ്റിൽ നിന്നും VFS നിന്നും, അതായത് പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്ത എല്ലാവരും എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പുതിയൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തെന്നാണ് അച്ഛൻ പറഞ്ഞത്. പൊസിഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നോർമലായിട്ടായിരിക്കില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കാമെന്ന്. അതിൽ വിശ്വസിച്ചുകൊണ്ട് 3-ാം തീയതി രാവിലെ ഞങ്ങൾ പോയി. 4-ാം തീയതി രാവിലെ ഡെയിലി ബ്രെഡൊക്കെ കണ്ടു. അങ്ങനെ 4-ാം തീയതി രാവിലെ ഞാൻ VFS ചെന്നു. അവിടെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സും അപ്പോയിൻമെൻറ്റും അവിടെ വെരിഫൈ ചെയ്തിട്ട് അവരുടെ സിസ്റ്റത്തിൽ അത് അപ്ലോഡ് ചെയ്യലാണ്. അവിടെ നമ്മുടെ ഏത് കാറ്റഗറി ആണോ അത് അവർ സെലക്ട് ചെയ്ത് അവരുടെ സിസ്റ്റത്തിൽ ഫോർവേഡ് ചെയ്യും. അങ്ങനെ ഫോർവേഡ് ചെയ്യാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് എൻ്റെ ഏത് കാറ്റഗറി ആണോ എനിക്ക് അവർ എടുത്തു തന്ന ആ കാറ്റഗറി മാത്രം അതിൽ സെലക്ട് ആയില്ല. അതുമാത്രമല്ല അത് സെലക്ട് ആവുന്നില്ല, അങ്ങനെ ഒരു കാറ്റഗറി അതിൽ കാണിക്കുന്നില്ല എന്ന് അവിടെ ഇരുന്ന ഓഫീസർ, അപ്പുറത്തെ കൗണ്ടറിലിരുന്ന ഓഫീസറിനോട് ചോദിച്ചു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് നോർമലായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യമല്ല. കാരണം ഒരു ദിവസം 10,000 പേര് അവിടെ വന്ന് അപ്പോയിൻമെൻറ്റ് ഇതേപോലെ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് നോർമലായിട്ടുള്ള കാര്യമാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ മാതാവ് ഇടപെട്ടതാണെന്ന്. അതേപോലെ തന്നെ ഏതാണോ എനിക്ക് വേണ്ട കാറ്റഗറി, എനിക്ക് ഏത് കാറ്റഗറിയാണോ വേണ്ടത് ആ കാറ്റഗറിയിൽ എൻ്റെ വിസ അവർ ഫോർവേഡ് ചെയ്തു. എനിക്ക് വേണ്ടാത്ത കാറ്റഗറി മാതാവ് അന്ന് ആ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിരുന്നു. ഇന്നലെ വിസ വന്നു. അടുത്ത ആഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ്. ബാക്കി സാക്ഷ്യം ചേച്ചി പറയുന്നതാണ്. യേശുവിശേക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ദൃശ്യ, എൻ്റെ ഹസ്ബൻഡാണ് ജിബിൽ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് January 2, 2023 അതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷിയാണ്. അപ്പോൾ 6 വട്ടം ഉടമ്പടി പുതുക്കി. അപ്പം ഞങ്ങളെല്ലാവരും ഉടമ്പടി ജീവിതത്തിലാണ്. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നൊരു കാര്യമാണ് അനിയൻ്റെ ജർമ്മൻ എക്സാമിന് അവൻ B2 എല്ലാ മൊഡ്യൂൾസും ക്ലിയർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ 2 അറ്റംപ്റ്റിൽ തന്നെ അവൻ എല്ലാ മൊഡ്യൂൾസും ക്ലിയർ ചെയ്യും. ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെ അവൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ആൾക്കും ആളുടെ ഫാമിലിക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച, ദൈവവിശ്വാസം കാര്യങ്ങളൊക്കെ നല്ല കൂട്ടത്തിലാണ്. പക്ഷേ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോയാൽ മതി, അത്രയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉടമ്പടിയിലെ വസ്തുക്കളോടായാലും വിശുദ്ധ വസ്തുക്കളോടായാലും ആൾക്ക് അത്രയും വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് വിശ്വാസം വർദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ആൾ ഡെയിലി ബ്രെഡായാലും അതുപോലെ ഞാൻ വിശുദ്ധ ഉപ്പൊക്കെ കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കും. അതുപോലെ ഇപ്പോൾ ആൾ ദുബായിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോൾ സാധാരണ നാട്ടിൽ വരുമ്പോൾ ആൾ ഫിറ്റ്നസ് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ജിമ്മിലാണ് പോവുക. ഇപ്പോൾ ജിമ്മിലൊന്നും പോവാതെ ആൾ എൻ്റെ കൂടെ ഡെയിലി കുർബാനയ്ക്ക് വരും. അതുപോലെ ഞങ്ങളുടെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ആൾ ആത്മീയമായിട്ട് വളർന്നു. അപ്പോൾ ഉടമ്പടി ജീവിതത്തോട് ആൾക്കൊരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങി. പിന്നെയെന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട്, അതോടുകൂടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് പ്രയർ എക്സ്പീരിയൻസ് ഒന്നും കൂടാതെ തന്നെ എന്നെ ഡയറക്റ്റായിട്ട് എൻ്റെ 25ാമത്തെ വയസ്സിൽ എന്നെ ഡയറക്റ്റായിട്ട് HOD പോസ്റ്റിലേക്കാണ് അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പം എനിക്ക് കോളേജിൽ മുന്നേ പഠിപ്പിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ല. അതുപോലെ തന്നെ ഞാൻ കോളേജിൽ പഠിപ്പിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ്. കാരണം എനിക്ക് റിസർച്ച് ഫൈനൽ ഇയർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഒരിക്കലും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് കരുതിയ കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ പിള്ളേരുടെയൊക്കെ പ്രൊജക്റ്റ് ഞങ്ങളുടെ ഫാക്കൽറ്റീസിൽ ഞാൻ മാത്രമാണ് ഒരു ഫുൾ ഇയർ അവരുടെ കൂടെ പ്രൊജക്റ്റിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. പ്രൊജക്റ്റ് എല്ലാവരും റിസർച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അതുപോലെ എൻ്റെ 5th സെമ്മിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ 5th സെം കഴിഞ്ഞപ്പോൾ 6th സെമ്മിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ എൻ്റെ എല്ലാ പിള്ളേരും പാസ്സാവണമെന്നൊരു നിയോഗം ഞാൻ വെച്ചായിരുന്നു. അപ്പോൾ 6th സെമ്മിൽ റിസൾട്ട് വന്നതിന് ഇപ്പോൾ 5th സെമ്മിൽ ഒരു 3-4 പിള്ളേരെങ്കിലും ചില സബ്ജക്ട്സിനൊക്കെ പോയായിരുന്നു. പക്ഷേ 6th സെമ്മിൽ അവരുടെ എക്സാം
ആരും തന്നെ പിള്ളേർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവർക്ക് അത്രയും പേര് പാസ്സാവും എന്നുള്ളത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പാസ്സായി. അതുപോലെ എക്സാം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം നമുക്കറിയാം അതിൻ്റെ വാല്യുവേഷൻ ഡിഫിക്കൽട്ട് ആകുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര പേടിയും കൂടിയായിരുന്നു, കുറേ പേരൊക്കെ ഫെയിൽ ആവുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് നല്ലൊരു വിജയം നൽകി. പിന്നെ എനിക്ക് ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പം ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 1 year ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് ജോലിക്ക് കയറിയപ്പോൾ നല്ല സ്ട്രഗിൾസും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു അക്കാദമിക് ഇയർ തീരാറായപ്പോഴത്തേനും ഈ ഒരു ജോലി മതി, നാട്ടിൽ തന്നെ സെറ്റിൽ ആവുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം അബ്രോഡ് പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ IELTS ട്രെയിനറായിട്ടും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, IELTS എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ആഗ്രഹം പോയി. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു ദിവസം പനീന് ജർമ്മനിക്ക് അവൻ പഠിക്കുന്നു, അവന് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. പെട്ടെന്നൊരു ദിവസം എനിക്ക് ഇതുപോലെ ജർമ്മനിക്ക് പോയാൽ എന്താ ഒന്ന് നോക്കിയാലോ എന്നൊരു തോട്ട് വന്നു. അതുപോലെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹം ഞാനൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു തോട്ട് പെട്ടെന്ന് വന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളൊരു ഏജൻസിയിൽ പോയി. അവിടെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എനിക്ക് മാതാവ് തന്നത് ഓഫേഴ്സ് ആയിരുന്നു. ഞാൻ ചെല്ലണ അന്ന് ഞാൻ അപ്രോച്ച് ചെയ്ത ഏജൻസിയുടെ ഒരു ആനിവേഴ്സറി റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഓഫർ പ്രൈസാണ്. അപ്പം എൻ്റെ സ്റ്റുഡൻസൊക്കെ ആ ഒരു ഏജൻസി ത്രൂ പോയിട്ടുണ്ട് ചിലരൊക്കെ. അപ്പം ഉള്ളതിനേക്കാളും എനിക്ക് ജസ്റ്റ് 1 lakhിലാണ് എൻ്റെ ജർമ്മൻ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് ഓഫർ പ്രമാണിച്ച് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഒരു ദിവസം ഞാൻ പോയായിരുന്നെങ്കിലും എനിക്കൊരു ഓഫറിൽ കിട്ടില്ലായിരുന്നു. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യലി അറേഞ്ച് ചെയ്യണം, ബ്ലോക്കിംഗ് എമൗണ്ട് ഒക്കെ വേണം. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് എമൗണ്ട് എന്നാലും വേണം. അപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കായാലും പലരിലൂടെയും മാതാവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ലോൺ വെക്കാനാണെന്നുണ്ടെങ്കിലും ലോൺ വെക്കാൻ പോയെടുത്ത് വരെ നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു. പല ബാങ്കിലും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം നമ്മൾ വെച്ച ബാങ്കിൽ ആ സമയത്ത് നമുക്ക് ഓഫർ കിട്ടി. അങ്ങനെ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയി. പിന്നെയെന്ന് പറയുന്നത് ഞാൻ ഏജൻസിയുടെ അടുത്ത് എൻ്റെ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഒരു കോഴ്സാണ് ഞാൻ അഗെയിൻ ഒരു PG ചെയ്യാമെന്നുള്ള രീതിക്കാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞ കോഴ്സ് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ നോക്കി വെച്ചതായിരുന്നു. അപ്പം എൻ്റെ ഏജൻസി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കോഴ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിന് മാച്ച് ചെയ്യണ മാക്സിമം നമ്പർ ഓഫ് കോഴ്സസിന് അവരായിട്ട് അപ്ലൈ ചെയ്യും. ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഏതൊക്കെ കോഴ്സ് എന്നുള്ളവർ നമ്മളോട് പറയുക പോലുമില്ല. അപ്പോൾ ഞാൻ ഫെബ്രുവരിയിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയത്. അപ്പോൾ ജൂണായിട്ടും എനിക്ക് റിപ്ലൈസ് ഒന്നും വരാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. ഇപ്പോൾ ഞാൻ ജോലി നിർത്താമെന്നുള്ളത് തീരുമാനിച്ച് കൺവേ ചെയ്തായിരുന്നു കോളേജിൽ. അപ്പോൾ അപ്ഡേറ്റ് ഒന്നും ഇല്ലെന്ന് വെച്ചാൽ ടെൻഷനായി തുടങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ചില പിള്ളേരെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഒരു 1 year ആയിട്ട് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കിയിട്ടും ആ പിള്ളേർക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ടെൻഷൻ ഇരട്ടിച്ചു. പക്ഷേ എനിക്ക് നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഇൻറ്റൻസ് ആക്കി കൊണ്ടുവന്നു. അങ്ങനെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോ വട്ടവും ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഉപവാസം എടുത്തിട്ട് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ എനിക്ക് പോസിറ്റീവ് ന്യൂസുകളാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു കോളേജിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഉള്ള കോളേജാണെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ വെക്കേണ്ടതെന്ന് പറയുള്ളൂ. കാരണം ഒരു ഫോറിനറെ ഇൻ്റർവ്യൂ വെച്ചിട്ട് നമുക്ക് അതിനുള്ളൊരു ക്യാപ്പബിലിറ്റി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് അപ്പിയർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ സെയിം വീക്കിൽ എനിക്ക് 2 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഇപ്പോൾ 2 ഇൻ്റർവ്യൂ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഏത് ചൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ എനിക്ക് വന്നത് ഞാൻ കോളേജിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു അറ്റൻഡ് ചെയ്തത്. അതൊരു ബ്ലൂ കളറിൽ ഡ്രസ്സ് ഇട്ട ഒരു ലേഡി ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ നടത്തിയത്. അതിനാ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് കാശ് രൂപ കൊന്ത എൻ്റെ കയ്യിൽ എന്നെ പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഞാൻ ഇൻ്റർവ്യൂ ഞാൻ ക്ലിയർ ചെയ്തു. പിന്നെ എനിക്ക് വന്ന ഇൻ്റർവ്യൂ സെയിം വീക്കിൽ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിനെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇന്നത് തരണം എന്ന് പ്രാർത്ഥിക്കില്ല. എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഒഴിഞ്ഞു പോകണമെന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. സെക്കൻഡ് ഇൻ്റർവ്യൂ എനിക്കൊരു ടെക്നിക്കൽ ഇറർ കാരണം എനിക്ക് ആ ഇൻ്റർവ്യൂ പോവുകയും ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഉറപ്പായി അന്ന് പിന്നെ ഇത് തന്നെയാണ് മാതാവ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലേസ് ആയിരുന്നു ഒരു പ്രശ്നം. എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് സീഗലിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്, MSc HCA എന്ന് പറഞ്ഞൊരു കോഴ്സിന്. അപ്പോൾ ഞാൻ അന്വേഷിക്കുന്നവർക്കൊന്നും ഈ ഒരു പ്ലേസ് അറിയത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾക്ക് പലർക്കും കോളേജിൻ്റെ ഇന്ത്യൻസിൻ്റെ ഗ്രൂപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ആളുകളായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് കുറേ പേർക്ക് റിക്വസ്റ്റ് വെച്ചിട്ട് ഒരാൾ മാത്രം എനിക്ക് റെസ്പോണ്ട് ചെയ്തായിരുന്നു. ആ റെസ്പോണ്ട് ചെയ്താൽ അങ്ങനെ നമ്മൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിപ്പം ഞങ്ങൾ എൻ്റെ കോഴ്സ് പഠിക്കണം ആരെങ്കിലും അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ല എന്ന് ആദ്യം പറഞ്ഞത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾ മെസ്സേജ് ചെയ്തു. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു, ആ ചേട്ടൻ ഇതുപോലെ നിങ്ങളുടെ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാം വഴി പലർക്ക് മെസ്സേജ് ചെയ്തിട്ട് ഒരാളെങ്കിൽ കറക്റ്റ് റിപ്ലൈ തരും. ആൾ തന്നെ എൻ്റെ കോഴ്സ് ആകെ 2 മലയാളികളാണ് അവിടെ ചെയ്യുന്നത് ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റിയിൽ. ആ 2 മലയാളീസിനെയും ചേട്ടൻ ഹാരിസ് എന്ന് പറഞ്ഞ ചേട്ടനും അതുപോലെ എൻ്റെ
സെയിം നെയിമിലുള്ള ദൃശ്യ എന്ന് പറയുന്ന ചേച്ചി, എൻ്റെ പേര് ദൃശ്യ എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ഒരു സീനിയർ. അങ്ങനെ ആ 2 മലയാളീസും കണക്ട് ചെയ്യാനും പറ്റി. അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു സെൽഫായിട്ട്. സോ ആ കാര്യങ്ങൾക്കൊക്കെ അവരെന്നെ ഗൈഡ് ചെയ്തായിരുന്നു. അങ്ങനെ എൻ്റെ അക്കോമഡേഷൻ ആയാലും എൻ്റെ കോഴ്സായാലും എല്ലാം പ്രോപ്പറായിട്ട് ഞാൻ പ്രതീക്ഷനേക്കാളും ഫാസ്റ്റായിട്ട് പിന്നെ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് വേഗം നടന്നായിരുന്നു. പിന്നെ എനിക്ക് വിസയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് VFSന് മാതാവിൻ്റെ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് മാതാവിൻ്റെ സൈൻ വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാലാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുള്ളത് മാതാവ് തന്നതാണ്. അപ്പോൾ ഞാൻ IELTS എക്സാം എഴുതുമ്പോഴായാലും എൻ്റെ സ്പീക്കിംഗ് എടുത്ത് ബ്ലൂ ഡ്രസ് ഇട്ടൊരു ലേഡി ആയിരുന്നു. ഇവിടെ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും ബ്ലൂ ഡ്രസ് ഇട്ടൊരു ലേഡി ആയിരുന്നു. അപ്പോൾ VFSൻ്റെ ടൈം ഞാൻ ബയോമെട്രിക്സിന് ഇരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ 2:30 ആയിരുന്നു എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അതൊക്കെ കൂളായിട്ട് കഴിഞ്ഞു. പിന്നെ എനിക്ക് വിസ വരണതും മാതാവിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ കഴിയുമ്പോഴായിരിക്കും എനിക്ക് എന്തെങ്കിലും പോസിറ്റീവ് റെസ്പോൺസ് കൂടുതൽ വരാം. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് വിസയുടെ അപ്ഡേറ്റ് വന്നത് അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്ന് VFSയിൽ നിന്ന് വന്നത് ഒരു 8-ാം തീയതിയാണ്. എൻ്റെ കയ്യിൽ റിസീവ് ചെയ്തത് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇതൊന്നും മാതാവായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്തില്ലോ എന്ന് വിചാരിക്കും. എനിക്ക് 7 എന്നുള്ള ഡേറ്റ് ആണെങ്കിൽ എനിക്ക് 7 ദിവസമാണെങ്കിൽ ചൊവ്വയോ ബുധനോ കിട്ടണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ വിസ വന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ വിസ ഇഷ്യൂ ചെയ്തേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 7-ാം തീയതിയാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി മാതാവിൻ്റെ പദ്ധതികളാണ് ഇതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു കൈപ്പത് മാതാവ് ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് തരുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ നമ്മുടെ പത്രമൊക്കെ വഴി സൈഡിലുള്ളവർക്കും അതുപോലെ ഓട്ടോ സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ അങ്ങനെ കൊടുക്കും. പിന്നെ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഏകസ്ഥരായിട്ട് ജീവിക്കുന്നവരെ കുറച്ച് പേരുണ്ട്, അവർക്ക് കൊടുക്കും. വഴി സൈഡിലുള്ളവർക്ക് കൊടുക്കും. പിന്നെ ഞങ്ങൾ സെറിബ്രൽ പാൾസി വന്നപ്പോൾ ഫിസിക്കലി മെൻ്റലിയൊക്കെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളെ അവരുടെ അടുത്ത് പോയിട്ട് വീക്ക്ലി ട്വൈസ് ഞങ്ങൾ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരെ കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനും അവിടെ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന യേശുവിനും ദൈവമാതാവിനും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം തിരുവചനം. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ, അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെക്കുറിച്ച് വളരെയധികം അഭിമാനം കൊള്ളാനായി കാത്തിരിക്കുന്ന ഒരു നല്ല അമ്മയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ നമുക്കൊക്കെ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു സൗഭാഗ്യത്തിൻ്റെ അടയാളമായിട്ടാണ് ഓരോ മക്കളും ഈ ഉടമ്പടി ഈ കൃപാസനം ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് സാക്ഷികളെ പ്രത്യക്ഷീകരണ സാക്ഷികളായി ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓരോരുത്തരും ഒരു വലിയ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതുന്നത്. ഇവിടെ ഒരു സഹോദരൻ 11-ാമത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവന്നാണ് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുന്നത്. നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ കൂടെ നിൽക്കാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് അത് നമുക്ക് ഈശോ തന്നെ തരുന്നതാണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ ഈശോ തന്നെ നമുക്കതെല്ലാം പ്രാപിച്ചു തരികയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നു. നാം 6 നിയോഗങ്ങൾ എഴുതുമ്പോൾ അതിലൊരെണ്ണം എപ്പോഴും ഒരു ആധ്യാത്മിക നേട്ടത്തിന് വേണ്ടിയായിരിക്കണം എന്ന് ജോസഫ് അച്ഛന് നിർബന്ധമുണ്ട്. ഇവിടെ ആധ്യാത്മിക നേട്ടം എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്കവാറും എല്ലാവരും എഴുതുന്നത് എനിക്ക് ഈശോയെ അനുഭവിക്കണം, എനിക്ക് ഈശോയെ സ്വീകരിക്കുമ്പോൾ എൻ്റെ നാവിലലിയുമ്പോൾ എനിക്ക് ഈശോയെ തൊട്ടറിയാൻ സാധിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണം, എനിക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിക്കണം, എനിക്ക് സുഗന്ധാഭിഷേകം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എഴുതുന്നത്. ഈ കുടുംബം ഒന്നടങ്കം ഉടമ്പടിയിലായിരിക്കുമ്പോൾ അവർക്ക് വലിയ ഒരു ജീവിതാനുഭവമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇവർ പൂർണ്ണമായും അമ്മയിൽ ആശ്രയിക്കുന്ന ഒരു വലിയ കുടുംബമാണ്. അമ്മയെ സ്വന്തമാക്കാൻ കിട്ടിയതിലുള്ള ഓരോ കാര്യത്തിലും പരിശുദ്ധ അമ്മ ഇവരെ എയർലിഫ്റ്റിലെടുക്കുന്ന ഒരു വലിയ ജീവിതാനുഭവമാണ്. നമുക്കിതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈശോയിൽ നിന്നും മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. നമ്മളെ എപ്പോഴും നമ്മുടെ ഉടമ്പടിയിൽ എപ്പോഴും തികവുള്ളവരായിരിക്കാം, എപ്പോഴും ഈശോയെ ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മയോട് എപ്പോഴും നമുക്ക് അഭിപ്രായം ചോദിക്കാം. അമ്മ നമുക്കുള്ള എല്ലാ തീരുമാനങ്ങളും ഈശോയിൽ നിന്ന് പറഞ്ഞു തരും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 9, 2022 അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയാനായിട്ട് ഞാൻ 12th പഠിക്കുന്ന സമയത്ത് പൊതുവേ എനിക്ക് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഒരു പേടിയാണ്.
അറ്റംപ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും പേടി കൊണ്ടിട്ട് ഞാൻ എക്സാംസൊക്കെ എല്ലാം ലേറ്റായിട്ട് എഴുതും, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറക്കും, ഇങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ 12th ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പോണത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ ആ ടൈമിൽ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു 2ാം ശനിയാഴ്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ധ്യാനത്തിൽ ഞാൻ വന്ന് പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ അപ്പോൾ എൻ്റെ ഡാഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. എക്സാംസിനൊക്കെ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെന്തിഞ്ഞയിൽ കാശ് രൂപം ഇട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത് എനിക്കൊരു ധൈര്യമായിരുന്നു. കാരണം എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എനിക്ക് ഈ എക്സാംസ് ഒന്ന് എഴുതി തീർക്കാൻ പറ്റണേ മാതാവേ എന്നായിരുന്നു. കാരണം ഈ ടൈം പോകുന്നതനുസരിച്ച് എനിക്ക് ടെൻഷൻ കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴേക്കും ഞാൻ ഉടമ്പടി കാശുരൂപം പിടിച്ചിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നേച്ചാൽ. പക്ഷേ എനിക്കതെന്തോ ഒരു നല്ലൊരു ധൈര്യം എനിക്ക് പകർന്നു. എനിക്ക് പെട്ടെന്ന് എനിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി തീർക്കാൻ പറ്റി. എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇതുവരെ അക്കൗണ്ടൻസിക്ക് ആ ടൈമിൽ ഞാൻ ക്ലാസ്സിൽ ഇതുവരെ പാസ്സാവാത്ത എനിക്ക് 94% അക്കൗണ്ടൻസി പാസ്സാവാൻ പറ്റി. പിന്നെ അതുകൂടാതെ എല്ലാ കോഴ്സിനും എനിക്ക് എല്ലാ സബ്ജക്ട്സിനും അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. 83% എനിക്ക് 12th പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി, അത് ഇപ്പോൾ ഉടമ്പടിക്ക് മുമ്പുള്ള അനുഭവമാണ്. ഉടമ്പടി എടുത്തത് ഞാൻ October 9, 2022. അത് ഞാൻ IELTS അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ IELTS അറ്റംപ്റ്റ് ചെയ്തു. ഞാനപ്പോൾ CBSEയിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, IELTS എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒന്ന് എനിക്കൊക്കെ 12th ഉണ്ടായ കോഴ്സൊക്കെ പോലെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാനൊക്കെ ആയിരിക്കും, വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഇതിൽ ഞാൻ പോയി അറ്റംപ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാനത് ഫെയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും വന്ന് ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ടെസ്റ്റ് ഡേറ്റ് എടുത്തായിരുന്നു. അപ്പോഴേക്കും നോർമൽ ആദ്യത്തെ ഉടമ്പടിയാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തു പോയി. ആ ടൈമിലായിരുന്നു എക്സാംസ് വന്നു, അറ്റംപ്റ്റ് ചെയ്തു. ആദ്യത്തെ ഇൻവിജിലേറ്റേഴ്സ് തന്നെയായിരുന്നു സ്പീക്കിംഗ് ചെയ്ത് ഇൻവിജിലേറ്റ് ചെയ്തവർ തന്നെയായിരുന്നു എനിക്ക് സെക്കൻഡ് ടൈമിലും. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അറ്റംപ്റ്റ് ചെയ്തു. അച്ഛൻ്റെ അടുത്ത് നിന്ന് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. തലേ ദിവസം തന്നെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കരച്ചിലും ഭയങ്കര ഒരു പ്രയാസം മനസ്സിൽ. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു അനുഭവമായിരിക്കും, എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം കിട്ടും എന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ പോയി എഴുതി. ഇതേപോലെ എനിക്ക് റീഡിങ് നല്ല പാടായിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിലും റീഡിങ് തന്നെ പാടായിരുന്നു. ബാക്കിയെല്ലാം മര്യാദക്ക് നോക്കാഞ്ഞുകൊണ്ട് അത് ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയി. രണ്ടാമത്തെ അറ്റംപ്റ്റിലും ഞാൻ പഠിച്ചു, പക്ഷേ റീഡിങ് എനിക്ക് പാടായതുകൊണ്ട് ഞാൻ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ അതും എനിക്ക് റീഡിങ്ങിൽ പോയി, ഞാനത് ഫെയിലായി. അപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനം ഞാൻ കേട്ടായിരുന്നു, ഇങ്ങനെ പറയുന്നത് ഈ ചവിട്ട് നാടകം കളിക്കുന്ന ആൾക്കാർ ആദ്യം ഇങ്ങനെ ചവിട്ടി നോക്കും സ്റ്റേജ് ഉറപ്പുണ്ടോ എന്ന്. അപ്പോൾ മാതാവിൻ്റെന്ന് ഓരോ നമുക്ക് ഇങ്ങനെ ഓരോ ഇത് വരും, ലൈക്ക് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും നമുക്ക് അത്രയും സ്ട്രോങ് ആണോ നമ്മളുടെ വിശ്വാസം എന്ന്. പക്ഷെ ഞാൻ എപ്പോഴും ഇത്രയും നാൾക്ക്, എനിക്കിപ്പോൾ 24 വയസ്സായി, ഞാൻ ഇത്രയും നാളും ഞാൻ മാതാവിനെയോ ഈശോനെയോ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഒരു കാര്യത്തിലും. ലൈക്ക് എനിക്കെന്ത് കിട്ടിയില്ലെങ്കിലും ഞാനത് നല്ലതിനായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മൂന്നാമത്തെ ടെസ്റ്റ് ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നല്ല വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ടെസ്റ്റ് ഡേറ്റ് എടുത്തത്. അപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ കൂടുതൽ നേരം പ്രാർത്ഥിക്കാനും 12 മണി സമയത്ത് അഖണ്ഡ ജപമാലയും വെളുപ്പിന് 3 മണിക്ക് കുരിശിൻ്റെ വഴി ചെല്ലുകയും അങ്ങനെയൊക്കെ ഞാൻ ഇതിനു വേണ്ടി മാത്രം ഞാൻ സമയം കണ്ടെത്താൻ തുടങ്ങി. ആ സമയത്ത് പ്രേക്ഷിത വേല എന്ന് പറയുമ്പോഴേക്കും ഓർഫനേജിലൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ പേപ്പർ കൊടുത്തായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്ത് തേർഡ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് സ്പീക്കിംഗ് ടെസ്റ്റ് ഡേറ്റിൻ്റെ സമയത്ത് എനിക്ക് രാവിലെ വെളുപ്പിനായപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു പനി, മേലൊക്കെ വിറവൽ പോലെ, എന്നിട്ട് എനിക്ക് ഭയങ്കര ചുമയും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നല്ല ഹൈ ഫീവറായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു അയ്യോ എനിക്ക് ഇന്ന് ടെസ്റ്റ് ഡേറ്റ് മാറ്റിയെടുക്കണം, അതിന് 2000 രൂപ 4000 രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇല്ല, എനിക്ക് മാതാവ് ചിലപ്പോൾ ഇതും എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണേയിരിക്കും. ഞാനപ്പോൾ
ഓയിൽ എടുത്ത് തൊണ്ടയിൽ പരട്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, സ്പീക്കിംഗ് കഴിയണവരെങ്കിലും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവല്ലേ, കാരണം അല്ലെങ്കിൽ അത് അവരൊരു ഡീമെറിറ്റായിട്ട് കൺസിഡർ ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഈ 3ാമത്തെ ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് 2 പ്രാവശ്യം വന്ന ഒരു വചനം എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഒരു വചനം കിട്ടി. എൻ്റെ അനിയത്തി ഇതെടുത്തപ്പോഴേക്കും വെറുതെ അവൾ എടുത്തതാ, അപ്പോൾ എൻ്റെ കാര്യം പ്രാർത്ഥിച്ചിട്ട് എടുത്തതാ, അപ്പോൾ അവൾക്ക് ഇത് കിട്ടി. പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ വചനം കിട്ടിയെന്ന്. എനിക്കൊരു റിസൾട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോയി. എനിക്ക് നല്ല രീതിക്ക് 3ാമത്തെ അറ്റംപ്റ്റിലും സെയിം ഇൻവിജിലേറ്റർ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റോടെ ചെയ്യാൻ പറ്റി. പിന്നെ റൈറ്റിംഗ് ലിസണിങ് എന്ന് പറയുമ്പോഴേക്കും റൈറ്റിംഗ് എനിക്ക് പറ്റും, പക്ഷെ ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യലാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഈശോയും അമ്മ മാതാവ് എൻ്റെ കൂടെ വരണം ആ എക്സാം ഹോളിൽ. ഈശോയുടെ അമ്മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കയറുണ്ടെങ്കിൽ ഈശോ എൻ്റെ അമ്മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറുള്ളൂ എന്നുള്ളൊരു മനസ്സിലൊരു ഉറച്ചൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ പോയത്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാനപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് വെച്ച് എഴുതിയത് കൊണ്ടിട്ട് മോതിരത്തിൽ ഞാൻ കാശ് രൂപം ഇട്ടിട്ട് കെട്ടി വെച്ചിട്ടാണ് ഞാൻ എഴുതാറ്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എനിക്കൊരു സ്പീഡ് കിട്ടുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ഞാൻ എക്സാമൊക്കെ അറ്റംപ്റ്റ് ചെയ്ത്. പക്ഷേ ഇത് എക്സാമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കെന്തോ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു, ലൈക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി, എനിക്ക് എക്സാം ഞാൻ പാസ്സാവും, എന്തോ ഒരു പ്രസൻസ് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ റീഡിംഗ് ഒക്കെ ഞാൻ എവിടേക്കോ നോക്കിയ ഒരു ഭാഗമൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വരണം. ഈ 2 ആഴ്ച ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 12 മണിക്ക് അഖണ്ഡ ജപമാല, കുരിശിൻ്റെ വഴി അങ്ങനെയൊക്കെ ചെല്ലുമായിരുന്നു. പിന്നെ ഞാൻ ഫോൺ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചായിരുന്നു ആ 2 ആഴ്ച. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ത്യാഗപ്രവൃത്തി എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഭയങ്കര അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളായിരുന്നു. ആ സമയത്ത് ഞാൻ ധ്യാനം കേൾക്കുമായിരുന്നു, അച്ഛൻ്റെ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന എൻ്റെ തലേ ദിവസം ഒരു സാക്ഷ്യത്തിൽ പറയണ്ടായിരുന്നു. ആ ഒരു ചേച്ചി മോളുടെ എക്സാമിന് വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടേണ്ട ടൈം എന്തോ ആ ടൈമിലായപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കണം എന്നുള്ള ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തലേ ദിവസം ഞാൻ കണ്ടിന്യൂസ് ബൈബിൾ വായിച്ച് വെളുപ്പിന് ഒരു 3 മണിയായപ്പോഴേക്കും ഞാൻ കുരിശിൻ്റെ വഴി എത്തിച്ച്. അത് കഴിഞ്ഞ് പിന്നെയും കണ്ടിന്യൂസ് ബൈബിള് വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് എനിക്ക് ഉറക്കം വന്നു ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും. അപ്പോഴേക്കും ഞാൻ പോയി. എന്നിട്ട് 5:30 തന്നെ ഞാൻ ഞെട്ടി എണീറ്റ്. കാരണം 5:30 പ്രഭാത പ്രാർത്ഥന ചെല്ലണമല്ലോ. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോണിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നായിരുന്നു. പള്ളിയിൽ പോകേണ്ട ടൈമായിരുന്നു. പക്ഷേ എനിക്ക് പള്ളിയിലന്ന് പോയത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മെസ്സേജ് വന്നു. ഞാൻ നോക്കിയപ്പോൾ അതെന്തോ വോഡാഫോണിൻ്റെ മെസ്സേജ് ആയിരുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങിപ്പോയി, ലൈക്ക് ഡീപ്പ് സ്ലീപ്പായിപ്പോയി. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കാണണേന് എനിക്കൊരു മെസ്സേജ് വന്നു. എന്നിട്ട് ആ മെസ്സേജ് എടുക്കുമ്പോഴേക്കും ഞാൻ കാണുന്നത് എൻ്റെ IELTS ടെസ്റ്റ് റിസൾട്ടാണ്. അത് 8776 ആണ് എൻ്റെ സ്കോർ വന്നേക്കണം. അപ്പോൾ ഞാൻ ഇത് വീട്ടിലൊക്കെ പറഞ്ഞ് സന്തോഷിക്കില്ല, ഇതാണ് എൻ്റെ സ്വപ്നം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റു. അപ്പോൾ ഞെട്ടി എണീറ്റപ്പോൾ എൻ്റെ മമ്മി ഓടി വന്നിട്ട് ചോദിച്ചു എന്താ റിസൾട്ട് കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അയ്യോ സ്വപ്നമായിരുന്നല്ലേ എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു എന്താ സ്വപ്നത്തിൽ കണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ പറയില്ല, റിസൾട്ട് വരട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറച്ചൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റിസൾട്ട് വന്നു. അപ്പോഴേക്കും ലൈക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ട സെയിം റിസൾട്ട് 8776. അപ്പോൾ എനിക്കൊക്കെ ആകെ ഒരു രോമാഞ്ചം വന്ന പോലെയായിരുന്നു. ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നന്ദി പറഞ്ഞു. ആ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ ചോദിച്ചു. പക്ഷേ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടേ സാക്ഷ്യം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് സൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും എളുപ്പമായിരുന്നു, ലോൺ പ്രോസസ്സിങ്ങും പിന്നെ ബാക്കിയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കിട്ടും, IELTS കിട്ടാനാണല്ലോ എല്ലാവർക്കും പാട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണുണ്ട്, പക്ഷേ അത്ര തീവ്രത കുറച്ച് കുറഞ്ഞു. അങ്ങനെ ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു 2-3 മാസം കഴിഞ്ഞിട്ട്. എന്നിട്ട് എന്നേലും കഴിഞ്ഞ അപ്ലൈ ചെയ്തവർക്ക് വരെ വിസ കിട്ടി. അപ്പം ഞാൻ ന്യൂസിലൻഡിലേക്കാണ് അപ്ലൈ ചെയ്തത്. അങ്ങനെ ആദ്യം അവർ അപ്ലൈ ചെയ്തപ്പോഴേക്കും ആദ്യം ആ മിഷേൽ ഫെഗൻ എന്നാണ്
ഇമിഗ്രേഷൻ അഡ്വൈസറിൻ്റെ പേര്. അപ്പോൾ ആ സ്റ്റാഫ് എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു. ലൈക്ക് ആ മെയിൽ തിരിച്ച് അയച്ചിട്ട് പറഞ്ഞു വേറെ കുറേ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പിലാണ് ഇവർ ഈ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം അയക്കും പിന്നെ റിപ്ലൈ തരും, ഒരെണ്ണം അയക്കും പിന്നെ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയച്ചപ്പോഴേക്കും ഇവർ ഈ പറഞ്ഞ പോലെ CAയുടെ സൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡാഡിയുടെ ബിസിനസ്സാണ് കൊടുത്തേക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും CAയുടെ വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു. ന്യൂസിലൻഡിലെ പ്രോസസ്സിങ് കുറച്ച് പാടാണ്. അപ്പോൾ CA ഇവിടെ ആ ടേൺ ഓവർ അനുസരിച്ചൊരു CAയുടെ സൈൻ വേണ്ട. പക്ഷെ എന്നാലും ഇവർ ചോദിച്ചല്ലേന്ന് വിചാരിച്ച് CAനെ കിട്ടാണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ സാറിൻ്റെ ഫ്രണ്ട് ഫ്രീ ആയിട്ട് CAയുടെ സൈൻ, പുള്ളി CA ആണ്, അപ്പോൾ CAയുടെ സൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തു. പിന്നെ എനിക്ക് മനസ്സിലേക്ക് ഭയങ്കര തടസ്സം. ഒരു 2-3 മാസമായിട്ട് ലോണൊക്കെ എല്ലാം 2-3 ആഴ്ചയ്ക്ക് അപ്രൂവായി, എല്ലാ കാര്യങ്ങളും പെട്ടെന്നായി. പക്ഷേ വിസക്ക് മാത്രം ഭയങ്കര തടസ്സം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ജൂലൈ 18-നാണ് സ്റ്റാർട്ട് ചെയ്യണം ക്ലാസ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ജൂലൈ 16-ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാമെന്ന് അമ്മനോട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് അമ്മ ഒന്ന് സഹായിക്കണം എന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവ് ഇത് ഞാൻ മിഷേൽ ഫെഗനെയും ഈ ഞാൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പോണ ഡോക്യുമെൻറ്റ്സിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കണേണ്. ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ മാതാവ് കൂടെ വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ വരണം, ആ മിഷേൽ ഫെഗൻ്റെ അടുത്തും പോകണം, അമ്മ സഞ്ചാരി മാതാവായി ചെല്ലണം, എന്നിട്ട് എനിക്ക് നാളെ തന്നെ ഈ വിസ അപ്രൂവ് ചെയ്ത് തരണം. പക്ഷേ എനിക്ക് അതിലൊരു പ്രതീക്ഷയില്ല. കാരണം ഈ സ്റ്റാഫാണെങ്കിൽ ലൈക്ക് എപ്പോഴും കറക്റ്റായിട്ടല്ല റിപ്ലൈ തരുന്നത് തന്നെ, ചിലപ്പോൾ ഒരു വീക്കൊക്കെ എടുക്കും. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് വിസ അപ്രൂവ് ആയി കിട്ടി. അതും ഭയങ്കര ഒരു അത്ഭുതമായി പോയി എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഒന്ന് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഇതൊന്നും എൻ്റെ കഴിവാലയല്ലേ നേടിയതല്ല ഞാൻ. അപ്പോൾ ആ ദിവസം വന്നപ്പോൾ ലേറ്റായി കുറച്ച്, അപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ബ്രദറിനോട് ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു പോയി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് മന്ത് ഞാൻ വന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, ഞാൻ ഉടമ്പടി പുതുക്കാഞ്ഞത് കൊണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നു. അത് കൂടാണ്ട് എൻ്റെ കോഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MCOM ആണ് എടുത്തത്. ഈ MCOM എടുത്തപ്പോഴേക്കും അത് റിസർച്ച് തീസിസ് ബേസ്ഡ് ആയിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു ഒരു സ്റ്റുഡൻറ്റ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ എന്താ സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെയുള്ള സൂപ്പർവൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 20-25 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള സൂപ്പർവൈസേഴ്സാണ്. അപ്പം ഞാൻ ഓരോരോ ചെറിയ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും ഇത്രയും ഇതില്ലാണ്ടാണോ ഈ കുട്ടി വന്നേക്കണമെന്നുള്ള. കാരണം എനിക്ക് ആ ഒരു ബേസ് ഇല്ല, ഞാൻ കൂടുതലും പ്രാക്ടിക്കലാണ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ലോ മാർക്സ് ആയിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ബാക്കിയുള്ള കോഴ്സ് ജയിച്ചു. പക്ഷേ തീസിസ് ഒട്ടും എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. എനിക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല ഞാൻ കൊടുത്തേക്കണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം. എന്നോട് പറഞ്ഞു ക്ലെയർ ഇത് മാറ്റി വേറെ കോഴ്സ് നോക്ക്, കാരണം ക്ലെയറിൻ്റെ പ്രാക്ടിക്കൽ അല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് വേറെ ക്ലെയറിൻ്റെ പ്രാക്ടിക്കലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ അതിന് ഞാൻ എക്സ്ട്രാ ഒരു 10 lakhs കൂടി വേറെ അടക്കണം. പിന്നെ അതുമല്ല വിസ പ്രോസസ്സിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ അമ്മനോട് പ്രത്യേകം ലൈക്ക് ഇരുന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, മാതാവ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവാണെങ്കിൽ എനിക്ക് ഈ ഒരു കടമയും കൂടി കടക്കാൻ എൻ്റെ അമ്മ മാതാവ് സഹായിക്കുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. എനിക്ക് വീട്ടിലിത് പറയാൻ പറ്റില്ല, കാരണം അവരും പ്രയാസപ്പെടും. അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ മാതാവ് ഈശോയെ എന്നെ ഇവിടെ എത്തിച്ചെങ്കിൽ അമ്മ മാതാവ് ഈശോയും തന്നെ ഇത് പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കും എന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കണ്ടത്, ഒരു കപ്പ് ഓഫ് കോഫിയിൽ മാതാവിൻ്റെ കാശിരൂപ. അപ്പോൾ ഈ കോഫി കുടിക്കണത് എൻ്റെ മാഡമാണ്, എൻ്റെ മെയിൻ സൂപ്പർവൈസറാണ് ഇത് കുടിക്കണത്. അപ്പോൾ കോഫി അല്ലെങ്കിൽ മിൽക്ക പുള്ളിക്കാരി എപ്പോഴും കുടിക്കുന്ന. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് കോഫിയിൽ കാശ് രൂപ ഞാൻ കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഞാൻ മാഡത്തിനെ ആയിരിക്കും ചിലപ്പോൾ കണ്ടെന്നാൽ മാഡത്തിനോട് പോയി സംസാരിക്കുക. അപ്പോൾ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് അവരോട് പറഞ്ഞാൽ അവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം ഞാൻ അവിടെ ചെന്ന് മാഡത്തിനോട് കരഞ്ഞ് ഞാൻ ഫ്രണ്ടിനോട് സംസാരിച്ച്, അങ്ങനെ ഫ്രണ്ട് എന്നോടും കൂടി പറഞ്ഞിട്ട് ഞാൻ പോയി മാഡത്തിനോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, മാഡം എനിക്കിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല, കോഴ്സ് എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം,
ഞാൻ പാസ്സായിക്കോളാം എന്ന് പറഞ്ഞു, നെക്സ്റ്റ് ടൈമിൽ പാസ്സായിക്കോളാം. കാരണം ഇത് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അവർ ജസ്റ്റ് നോക്കണം, അതിന് മാർക്കിംഗ് ഇല്ല, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ തീസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു നോക്കണേണ് അവർ. അപ്പോൾ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ അവർ പ്രതീക്ഷ അത്ര ഇതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ടൈം എന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇല്ല, എനിക്കൊന്ന് സാറിനോട് സംസാരിക്കണം. സാറ് പറഞ്ഞു ഇല്ല ക്ലെയറിനെ കൊണ്ട് ഇത് പറ്റൂല, ഒട്ടും കഴിയൂല, കാരണം ക്ലെയർ ആ ഒരു ഇതെത്തിയിട്ടില്ല എന്നുള്ള ഇതെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം, എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും എന്നെ, കാരണം ഞാൻ ഒറ്റ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ വേറെ ആരും എനിക്ക് ഹെൽപ്പിന് ചോദിക്കാനായിട്ട് വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സെമസ്റ്ററിൽ തന്നെ ഒരു പുതിയ മാഡം അവിടെ വന്ന്. യൂഷ്വലി 2 സൂപ്പർവൈസേഴ്സാണ് ഒരു സ്റ്റുഡൻറ്റിനുള്ളത് മിനിമം. മോർ ദാൻ 2 എടുക്കാം, പക്ഷേ മിക്കവർക്കും 2 ആണ്. അങ്ങനെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ആ മാഡം എനിക്ക് എൻ്റെ സൂപ്പർവൈസർ ഒരു 3ാമത്തെ ഒരു സൂപ്പർവൈസറിനെ തന്നു. ആ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാഡമായിരുന്നു. എനിക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണമെന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനപ്പോൾ എനിക്കൊരു ഡൗട്ട് ചോദിച്ചു, ഇങ്ങനെ ഇതെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എനിക്ക് കുറേ എക്സാമ്പിൾസ് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ പുള്ളിക്കാരി എനിക്ക് കുറച്ച് ഗൈഡൻസ് തന്നു, ഇങ്ങനെയാണ്. എനിക്കൊരു ഗൈഡൻസിൻ്റെ കുറവായിരുന്നു. അങ്ങനെ എനിക്ക് ഗൈഡൻസ് തന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഈ തീസിസ് ഞാൻ ഫുള്ളി സബ്മിറ്റ് ചെയ്തു. പക്ഷേ എനിക്കറിയാം എൻ്റെ സൂപ്പർവൈസേഴ്സ് എന്നെക്കുറിച്ച് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെ എൻ്റെ ലാസ്റ്റ് തീസിസ് സബ്മിറ്റ് ചെയ്തത്. എന്തോ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് എന്നെ സഹായിക്കുമെന്ന്. കാരണം ഞാൻ കൈവച്ചാണ് കൂടുതലും തീസിസ് എഴുതണത്. ലാപ്ടോപ്പിൽ യൂസ് ചെയ്യൽ കുറവാണ്, കാരണം തിങ്കിങ് കൂടുതൽ കൈവച്ച് എഴുതുമ്പോഴോ. അങ്ങനെ ഒരു എൻഡ് കിട്ടാണ്ടാവുമ്പോഴും അല്ലാതെ എപ്പം ഞാൻ തീസിസ് എഴുതാൻ തുടങ്ങിയാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കൂടെ ഈശോയെ മതം വന്ന് എൻ്റെ കൈപിടിച്ച് എഴുതിപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൺക്ലൂഷൻ കിട്ടണല്ലോ തീസിസിൽ. ചെയ്ത് കഴിയും, പിന്നെ ബാക്ക് ടു ആദ്യത്തേലോട്ട് ഞാൻ പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീസിസ് കൺക്ലൂഷൻ കിട്ടണില്ല. അപ്പം ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നൊരു മനസ്സിലൊരു ഞാൻ എഴുതി അങ്ങനെ പോകും ഒരു കൺക്ലൂഷനിലേക്ക്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവർ വേറൊരു ഇത് തന്ന പ്രശ്നം, ഒരു പ്രലോഭനം വന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫെബ്രുവരിയിലാണ് എൻ്റെ വിസ അവസാനിക്കണത്. അപ്പോൾ തീസിസ് ആയതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനൊക്കെ അവർ കറക്റ്റ് ചെയ്ത് തരണം, നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് കറക്റ്റ് ചെയ്ത് തരണമെന്ന്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മാഡത്തിനോട് പറഞ്ഞായിരുന്നു ജാനുവരി എൻഡോടെ എനിക്ക് കിട്ടിയാലേ എനിക്ക് വിസക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇവർ പറഞ്ഞു അവർക്ക് വേറെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ട് ഫെബ്രുവരി എൻഡോടെ ക്ലിയറിന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഞാൻ അപ്പോഴും മാതാവിനെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇത്രയും വരെയൊക്കെ എത്തിച്ചില്ലേ, അപ്പോൾ ഇനി ബാക്കി എന്നെ സഹായിക്കും എന്നൊക്കെ ഒരു വിശ്വാസം എനിക്ക്, മനോധൈര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഇങ്ങനെ പറഞ്ഞ സൂപ്പർവൈസേഴ്സ് അവരെന്തേന്ന് വെച്ചാൽ എൻ്റെ മാഡം സംസാരിച്ചിട്ട് ഇവർ പറഞ്ഞ ഡേറ്റിനേലും മുമ്പ് അവർ തന്നു. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ച, മാതാവേ എനിക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ കിട്ടുന്ന ട്യൂസ്ഡേസാണ്. ഫസ്റ്റ് ജോലി കിട്ടിയ ട്യൂസ്ഡേ, സെക്കൻഡ് ജോലി കിട്ടിയതും ട്യൂസ്ഡേ, പിന്നെ ഓരോരോ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണ എല്ലാം ട്യൂസ്ഡേ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ ജാനുവരി എൻഡിൻ്റെ എൻ്റെ ആവാറായ ട്യൂസ്ഡേന് മുമ്പുള്ള ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചു, നെക്സ്റ്റ് വീക്കാണ് ലാസ്റ്റ് വീക്ക് ജാനുവരിയുടെ, അതിൻ്റെ ഈ ട്യൂസ്ഡേ എനിക്ക് റിസൾട്ട് തരണം മാതാവേ. കാരണം എനിക്ക് പ്രതീക്ഷയില്ല, ഇവർ തരൂല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. മാഡത്തിനോട് ചോദിച്ചപ്പോൾ ഇവർ തരും എന്ന് പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചപ്പോൾ ഇവർ തരൂല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ പക്ഷേ എനിക്ക് പ്രാർത്ഥന എന്നെ ഒരു ബലം ഉണ്ടായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അനുഗ്രഹം, ഒരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ ജാനുവരിയുടെ ലാസ്റ്റ് വീക്ക് ട്യൂസ്ഡേ എനിക്ക് ഇവർ ഗ്രേഡ് എനിക്ക് അവർ പാസ്സായി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ അയച്ചു. ആൻഡ് എനിക്ക് ഒട്ടും പാസ്സാവില്ല എന്ന് പറഞ്ഞ് എനിക്ക് B+ഓടെ തീസിസ് പാസ്സാവാൻ എൻ്റെ മാതാവ് സഹായിച്ചു. ഇതൊന്നും എൻ്റെ കഴിവാലയല്ല, ഈശോയെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഡൊണേഷനൊക്കെ ചോദിക്കുമ്പോൾ അത് അങ്ങനെ കൊടുക്കാറുണ്ട്. അതല്ലാതെ പ്രേക്ഷിത വേല ചെയ്യാറുണ്ട്. 3 രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. എനിക്ക് സൺബേൺ ആയിട്ട് എൻ്റെ കഴുത്തിൽ നിറയെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ എല്ലാ ആശുപത്രികളിലും കയറി ഇറങ്ങി മരുന്ന് പുരട്ടിയിട്ടും എനിക്ക് മാറുന്നില്ലായിരുന്നു. വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും 2023 ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജപമാല റാലി കഴിഞ്ഞ് 2ാമത്തെ ദിവസം എൻ്റെ കഴുത്തിലെ സൺബേൺ എനിക്ക് മാറിക്കിട്ടി. 2ാമത്തെ
അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഇളയ കുഞ്ഞിന് അവന് ഏനൽ റീജിയനിൽ ഒരു ചെറിയ തടുപ്പുണ്ടായിരുന്നു. അവന് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവന് വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് ഉടമ്പടി ഉപ്പ് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി അവന് അതും മാറിക്കിട്ടി. പിന്നെ 15 വർഷമായിട്ട് എനിക്ക് നട്ടെല്ലിന് സ്ട്രെയിറ്റനിങ് ആയിരുന്നു. 2024 നവംബർ ഡിസംബർ മാസത്തിൽ എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിൽ ഒരു മുഴയുണ്ടാവുകയും അത് കൈക്ക് ഭയങ്കര തരിപ്പും വേദനയും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു. ഞാൻ ഡോക്ടറെ പോയി ഞാൻ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കുളിക്കുമ്പോൾ വെള്ളത്തിൽ ഉടമ്പടി ഉപ്പിട്ട് കുളിക്കുകയും ചെയ്യുകയായിരുന്നു. ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടുത്തെ കാർട്ടിലേജ് വളർന്ന് അത് ബോണായിട്ട് മാറും, അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും എന്ന് പറഞ്ഞ് MRI ചെയ്യാൻ സജസ്റ്റ് ചെയ്തു. അങ്ങനെ MRI ചെയ്തു. അപ്പോൾ അവർ റിബ് സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ റിബ് സ്റ്റഡിയും ചെയ്തു. ഞാൻ ഇതിന് MRIക്ക് കയറുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടായിരുന്നു കയറിയത്. 1.25 മണിക്കൂർ എടുത്തു MRI ചെയ്യുവാനായിട്ട്. ആ 1.25 മണിക്കൂറും ഞാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് കിട്ടി. ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ റിപ്പോർട്ട് കാണിക്കാൻ ചെന്നപ്പോൾ സാർ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. അങ്ങനെ പകരം വേറൊരു ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ പറഞ്ഞു IVDP ആണ്, അതിന് സർജറി ഓപ്ഷൻ, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു നോക്കാം, ജസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കാൻ പോയി. ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു സ്റ്റിറോയിഡ് കഴിക്കണമെന്ന്. ഞാൻ അവർ തന്ന ഒരു മെഡിസിനും കഴിച്ചില്ല. ഞാൻ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കൃപാസനത്തിൽ വന്ന് അച്ഛൻ ജോസഫ് അച്ഛനെ കാണുകയും ബ്ലെസ്സിങ് വാങ്ങിക്കുകയും അച്ഛൻ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉരത്തിലെ മുഴ കാണുവാനില്ല. ഇപ്പോൾ എൻ്റെ C4, C5, C7 റീജിയനുണ്ടായിരുന്ന വേദന എനിക്ക് മാറിക്കിട്ടി. അടുത്ത സാക്ഷ്യം, ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 2023 മാർച്ച് 11 അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വൈകിട്ട് എനിക്ക് ഒരു മെയിൽ വന്നു. അത് നോർക്കയിൽ നിന്നുള്ള മെയിലായിരുന്നു. അവരുടെ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു ജർമ്മൻ്റെ. ഞാനത് അപ്ലൈ ചെയ്യുകയും എനിക്ക് അതിൻ്റെ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ കൊച്ചിയിൽ ഞാൻ ജർമ്മൻ പഠിക്കാൻ ആരംഭിച്ചു. ജർമ്മൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പള്ളി ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നും പള്ളിയിൽ പോവുകയും എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും എല്ലാ ദിവസവും ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പള്ളിയിൽ പോയി ഒരു ജപമാല ചൊല്ലും. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞങ്ങൾ പള്ളിയിൽ കയറി ജപമാല ചൊല്ലും. ആ എല്ലാ വെള്ളിയാഴ്ചയും 4 മണിക്കൂർ ഞങ്ങൾ കൂട്ടുകാർ പള്ളിയിൽ പോയിരുന്ന് അഖണ്ഡ ജപമാല ചൊല്ലുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ B1 എക്സാം കഴിഞ്ഞു. ഭയങ്കര ടഫായിരുന്നു. ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ 3 മൊഡ്യൂൾ ആക്കി പരിശുദ്ധ അമ്മയെ അനുഗ്രഹിച്ചു. അടുത്ത മൊഡ്യൂൾ റീഡിങ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. 9 പ്രാവശ്യം എക്സാം എഴുതിയപ്പോഴാണ് ഞാൻ പാസ്സായത്. ഞാൻ നിയോഗം വെച്ചത് ഞാൻ പാസ്സാകണമെന്നല്ല, എൻ്റെ ക്ലാസ്സിലെ എല്ലാവരും പാസ്സാകണമെന്നായിരുന്നു. അങ്ങനെ 9ാമത്തെ പ്രാവശ്യം എക്സാം എഴുതാനായിട്ട് ഞങ്ങൾ 7 കുട്ടികളുണ്ടായിരുന്നു. 8ാമത്തെ എക്സാം എഴുതാൻ ഞങ്ങൾ ചെന്നൈയിൽ പോയപ്പോൾ എപ്പോഴും എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലവും പൂശി പ്രാർത്ഥിച്ച് ഉപ്പും കൊടുക്കുമായിരുന്നു. പക്ഷേ 8ാമത്തെ എക്സാം എഴുതിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഞാൻ എല്ലാ പ്രാവശ്യം പറയുമായിരുന്നു പരിശുദ്ധ അമ്മ നമ്മളെ പാസ്സാക്കുമെന്ന്. 8ാമത്തെ പ്രാവശ്യം എക്സാം എഴുതാൻ പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, നമ്മൾ എപ്പോഴും ഇത് വിശുദ്ധ തൈലം തൂത്തി പ്രാർത്ഥിച്ചിട്ടും ഉപ്പ് ഇട്ടിട്ടുമാണല്ലോ നമ്മൾ പോകുന്നത്, എന്നിട്ട് എൻ്റെ അമ്മ നമ്മളെ പാസ്സാക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര വിഷമമായി. 9ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോയപ്പോഴും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തിരുവനന്തപുരത്ത് എക്സാം എഴുതാൻ പോയി. ഞാൻ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഉപ്പ് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞങ്ങൾ പരീക്ഷയ്ക്ക് കയറിയത്. ആ പ്രാവശ്യം പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ ഈ പ്രാവശ്യം ഞങ്ങൾ പരീക്ഷ പാസ്സാക്കിയില്ലെങ്കിൽ ഞാനല്ല നാണക്കേടുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മയ്ക്കായിരിക്കും ഒരു നാണക്കേട്. എന്തോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് പോയത്. അന്ന് ഞാൻ ആ പ്രാവശ്യം ഞാൻ പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ല. ഞാനാണെങ്കിൽ ട്രെയിനിൽ 4 മണിക്കൂറോളം ഉണ്ടായിരുന്നു യാത്ര. ഞാൻ ഒരു അഖണ്ഡ ജപമാല ചൊല്ലി അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് കയറിയപ്പോൾ എക്സാം പേപ്പർ കണ്ടപ്പോൾ ഒന്നും പഠിച്ചില്ല. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി, ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ വായിച്ച് നോക്കിയില്ല. ഞാൻ ആൻസർ മാർക്ക് ചെയ്തു. എനിക്ക് തോന്നിയ പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന ആൻസർ അനുസരിച്ച് ഞാൻ എല്ലാം മാർക്ക് ചെയ്തു. 65 മിനിറ്റിൻ്റെ എക്സാം ഞാൻ 30 മിനിറ്റ് കൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞു. അവിടെ ഇരുന്ന് ഞാൻ വിശുദ്ധ ഉപ്പ് പേപ്പറിൽ ഇട്ടിട്ടായിരുന്നു ഞാനന്ന് പരീക്ഷ എഴുതിയത്.
വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ പേപ്പറിൽ എല്ലാവരുടെയും പേപ്പറാണ് സങ്കല്പിച്ചത്. എല്ലാ കൂട്ടുകാർക്കും അന്ന് ഹോളിൽ ഇരുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി അന്ന് എക്സാം എഴുതി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അന്ന് അവിടെ ഇരുന്നൊരു രഹസ്യം ചൊല്ലി ഒരു വന്തയും ചൊല്ലി എല്ലാ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി 30 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ 30 നന്മ മറിയുമേയും ചൊല്ലി കുറിച്ച് വരച്ച് എൻ്റെ എക്സാം പേപ്പറെ പ്രാർത്ഥിച്ച് എല്ലാവരുടെയും പേപ്പറാണെന്ന് പറഞ്ഞ് സങ്കല്പിച്ച് അങ്ങനെ 65 മിനിറ്റ് എക്സാമിന് 55 മിനിറ്റ് ആകുമ്പോൾ ഞാൻ എൻ്റെ പേപ്പർ കൊടുത്ത് ആ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരും ഇറങ്ങി വന്നില്ല, ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു റിസൾട്ട് വന്ന എല്ലാവർക്കും പേടിയാന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് നോക്കിക്കോ. അന്ന് ആ എക്സാം എഴുതി അന്ന് തന്നെ ഞങ്ങൾക്ക് അടുത്ത ഡേറ്റ് എടുക്കാനുള്ള നോർക്കയിൽ നിന്നും ഡേറ്റ് വന്നു. ഞങ്ങൾ അടുത്ത ഡേറ്റ് ഞാൻ പറഞ്ഞു എടുക്കണ്ട, നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ പാസ്സാകും. ഇപ്രാവശ്യം മാതാവ് നമ്മളെ കൈവിടില്ല, നമ്മളെല്ലാവരും ജയിക്കും. ഞങ്ങൾ 7 പേരായിരുന്നു പാസ്സാകാനുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും നോക്കി. അന്ന് ഞാനും കുട്ടികളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഞാനും കുട്ടികളും കൂടെ അന്ന് മുട്ടിൽ നിന്ന് ഒരു കൊന്ത ചൊല്ലി. അപ്പോൾ വാട്സപ്പിൽ എല്ലാവരുടെയും മെസ്സേജ് വന്നു പാസ്സായിന്ന്. അപ്പോഴെനിക്ക് റിസൾട്ട് നോക്കേണ്ട ആവശ്യം പോലുമില്ല, എനിക്കറിയാമായിരുന്നു ആ എക്സാം പാസ്സാകുമെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങളെ പാസ്സാക്കി അനുഗ്രഹിച്ചു. അടുത്തത് എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ വന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായില്ല. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് അവർ തന്ന ലിങ്ക് മാറി കയറി. അങ്ങനെ എനിക്ക് തന്ന ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഒരു തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ അവർ വിളിച്ചെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എങ്കിലും അവർ പറഞ്ഞു ചൊവ്വാഴ്ച ആ ദിവസം നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ 2 മണിയാകുമ്പോഴായിരുന്നു സമയം പറഞ്ഞത്. ആ സമയം ഞാനവിടെ ഒരുങ്ങിയിരുന്നു. പക്ഷേ അവരുടെ കോളൊന്നും വന്നില്ല. ഞാനവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചു. ഞാനവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അവരുടെ കോൾ വന്നു. പെട്ടെന്ന് ഇൻ്റർവ്യൂവിന് കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2:30 ആയപ്പോൾ ഇൻ്റർവ്യൂവിന് കയറി. എനിക്കറിയില്ല എന്താ പറയണ്ടേ, ഞാൻ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ലായിരുന്നു. അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലാതെ. അങ്ങനെ പരിശുദ്ധ അമ്മയോട് തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. ഉപ്പും എൻ്റെ ഫോണിന് ചുറ്റും വിതറിയിട്ടായിരുന്നു അവിടെ ഇരുന്നത്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഇത് എനിക്കുള്ളതാണെങ്കിൽ മാത്രമേ എനിക്ക് തരാവുള്ളൂ, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഈ ജോലി തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് പോകണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. പരിശുദ്ധ അമ്മ അങ്ങനെ എന്നെ ഇവിടം വരെ എത്തിച്ചു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ സെലക്റ്റായി. ഇപ്പോൾ എനിക്ക് വിസ വന്നു. 30-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഒത്തിരി എല്ലാവരും ഞാൻ ഈ 2 വർഷത്തോളമായി ഞാൻ എന്നും ജോലിയില്ലാതെ ഇരുന്നെങ്കിലും പള്ളിയിൽ പോകുവാനുള്ള കൃപ എനിക്ക് പരിശുദ്ധ അമ്മ തന്നു. അങ്ങനെ കുർബാനയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ കളിയാക്കുമായിരുന്നു, നീ എന്തിനാ കുർബാനയ്ക്ക് വരുന്നത്, പരീക്ഷ ജയിക്കുന്നില്ല, പോയിരുന്ന് പഠിച്ചുകൂടെയെന്ന്. പിന്നെ ആൾക്കാർ പറയും 15 വർഷത്തോളമായി എക്സ്പീരിയൻസ് ഉള്ള ഞാൻ നാട്ടിലൊക്കെ ജോലി ചെയ്തിരുന്നുവെങ്കിലും ആൾക്കാർ പറയും നിനക്കൊരു ഭാഗ്യമില്ലാത്തവളാണല്ലോ മറ്റുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയെന്ന്. പക്ഷേ എനിക്കതൊന്നൊരു വിഷമം തോന്നുമെങ്കിലും അതൊരു നിരാശയൊന്നും തോന്നിയിരുന്നില്ല. പരിശുദ്ധ അമ്മ എന്നെ ഇവിടം വരെ ഉയർത്തി. അടുത്ത സാക്ഷി മെയ് 2-ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തോ നടക്കും എന്നൊരു പ്രേരണ തോന്നി. അങ്ങനെ മെയ് 2-ന് എൻ്റെ വർക്ക് പെർമിറ്റ് എനിക്ക് ലഭിച്ചത്. അടുത്ത സാക്ഷ്യം പറയാൻ എൻ്റെ ഹസ്ബൻഡെ കൊടുക്കും. ഞാൻ ജിൻസ് ജോസഫ്, ഞാൻ മോനിപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് സൗദിയിൽ എനിക്ക് ഒറ്റയ്ക്കുള്ള ജീവിതം മടുപ്പായതുകൊണ്ട് തിരിച്ചു പോരണമെന്നുള്ള എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പക്ഷേ ഒരു ജോലിയില്ലാതെ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവൾക്ക് ജൻസിക്ക് നോർക്ക വഴി ത്രൂ സെലക്ഷൻ കിട്ടി. അപ്പോൾ ആ പേരും പറഞ്ഞ് എനിക്കെങ്ങനെ പോരാ എന്നുള്ള രീതിയിൽ ഞാൻ നാട്ടിലോട്ട് പോരുകയാണ്. പക്ഷേ എൻ്റെ പോരേണ്ട സമയമായപ്പോൾ ഞാൻ അവളോട് പറയുന്നു, നിൻ്റെ എക്സാം എല്ലാം പാസ്സായി, നിനക്ക് ജോലിക്ക് പോയി കഴിഞ്ഞെന്ന് വരെ ഞാനിവിടെ നിൽക്കാം. പക്ഷേ അവൾ എന്നോട് അത് സമ്മതിച്ചില്ല. ചേട്ടായി പോരണം, പിള്ളേരെ നോക്കാൻ ആളില്ല, പിള്ളേരെ നോക്കാൻ വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ജോലി നിർത്തി പോരുന്നത്. പക്ഷേ ഞാൻ സൗദിയിലായിരുന്നപ്പോഴും ഞാൻ ഇവിടെ അവധിക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഉടമ്പടി എടുത്താൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കാൻ ജോലി തിരക്ക് മൂലം എനിക്ക് പറ്റില്ല. സൗദിയിലെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് പറ്റില്ലാത്ത എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. പക്ഷേ ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 2023 സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ നാട്ടിലെത്തി ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് അതേ ആഗ്രഹമുണ്ട്, ഞാൻ എടുക്കണമെന്ന്. പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത കാര്യം എന്നോട് ശത്രുതയായിട്ടിരിക്കുന്നു. എന്നോട് സംസാരിക്കാതെ എന്നോട് ശത്രുതയായുള്ളവരോട് ഞാൻ ആദ്യം പോയി അങ്ങോട്ട് രമ്യതപ്പെട്ടു. അതിനുശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്.
ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി എനിക്കും ഈ നോർക്ക വഴിയുള്ള ജർമ്മൻ്റെ സെലക്ഷൻ കിട്ടിയിരുന്നു. ജർമ്മൻ പഠിക്കുന്നതിനുള്ള സെലക്ഷൻ കിട്ടി. അപ്പോൾ എനിക്കറിയാമായിരുന്നു ജർമ്മൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ടത് കഴിയില്ലാത്ത കാര്യം. കാരണം ഞാൻ ഇതിനു മുമ്പ് IELTS പഠിക്കാൻ പോയിരുന്നു. അത് എക്സാം എഴുതേണ്ട സമയമായപ്പോൾ എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ എക്സാം എഴുതാതെ അത് നിർത്തിയിട്ടാണ് ഞാൻ സൗദിക്ക് സെലക്ഷൻ കിട്ടി പോയത്. അതുകൊണ്ട് ഇത് എന്നെക്കൊണ്ട് കഴിയാത്ത കാര്യമാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിന് 2017 സെപ്റ്റംബർ 2023 ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യമായി ഉടമ്പടിയിലേക്ക് വന്നത്. അതിനുശേഷമാണ് നോർക്കയുടെ ഇൻ്റർവ്യൂവിന് പോകും. ഞാൻ ഉടമ്പടി കാശ് രൂപം എണ്ണയും തൈലവും ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അത് കഴിഞ്ഞ ശേഷമാണ് ആ ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ എനിക്ക് പഠിക്കാനുള്ള സെലക്ഷൻ കിട്ടിയത്. അതിനുശേഷം പഠനം ആരംഭിച്ചു. പിന്നെ സമയച്ചെടുക്കുമ്പോൾ കൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. ഉടമ്പടിയിലൂടെ കാര്യങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം, എൻ്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് ആദ്യത്തെ അനുഭവം മാതാവിനോട് ഉള്ള അനുഭവം, എനിക്ക് പ്രത്യേക അനുഭവം ഉണ്ട്. സാമീപ്യം മനസ്സിലായത്, ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കൊച്ചിയിലാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. കൊച്ചിയിൽ നിന്ന് ഗോയിത്ത സെൻറ്ററത്തിലാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ പഠിക്കുമ്പോൾ ഞങ്ങൾ പുറത്ത് ഹോസ്റ്റലെടുത്ത് കൂട്ടുകാർ കൂടിയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റൽ പഠിപ്പിക്കുന്ന സെൻറ്ററിൽ നിന്നും ദൂരെയാണ്, തൈക്കൂടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഇപ്പോൾ ഞങ്ങൾ മെട്രോ കയറി പോകണം. അക്കോമഡേഷൻ കോസ്റ്റ് റെൻറ്റ് കുറവായിരുന്നു, അതുകൊണ്ടാണ് അവിടെ താമസിച്ചിരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലുള്ളവർ ട്യൂട്ടോറിയലിൻ്റെ ഗോയിത്ത സെൻറ്ററിൻ്റെ അടുത്തുള്ള ഹോസ്റ്റലിലേക്ക് മാറുകയും, അപ്പം ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് അവിടെ റെൻറ്റ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങേണ്ട അവസാന ദിവസം ഞാൻ പിന്നെ അടുത്തൊന്നും എനിക്ക് ഹോസ്റ്റൽ കിട്ടുന്നില്ലായിരുന്നു. അപ്പം അന്നത്തെ ദിവസം പ്രത്യക്ഷ പ്രാർത്ഥനയിൽ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ, എനിക്ക് വീട്ടിൽ പോയി വരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ വീട്ടിൽ പോയി വരുമ്പോൾ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല, കുർബാനയ്ക്ക് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതാണ് എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്ക് അടുത്തുള്ള ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എനിക്ക് കുർബാനയ്ക്ക് പോകാം, അത് കഴിഞ്ഞ് ക്ലാസ്സിന് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ബാഗും തുണിയും എല്ലാം എടുത്തുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നത്. അന്ന് ക്ലാസ്സിന് പോകുമ്പോൾ അന്ന് അപ്രതീക്ഷിതമായി രാവിലെയും വൈകുന്നേരവും ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇല്ലായിരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഓൾറെഡി ഹോസ്റ്റലിൽ മാറിയുകൊണ്ട് അവർ പറഞ്ഞു അവിടുത്തെ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയി ഞാൻ ഫുഡ് കഴിക്കുന്നത്. അവിടെ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ തൊട്ടടുത്തൊരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അവിടെ ചുമ്മാ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിനക്കിവിടെ അവിടെ റൂം വേക്കൻ്റ് ആണ്, അവിടെ നിനക്ക് താമസിക്കാം, അവിടെ ഒരു മുറിയിൽ 6 പേരാണ്, പക്ഷേ ആ റൂം ഫുള്ള് വേക്കൻ്റ് ആണ്, നീ വന്നോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം, മാതാവിൻ്റെ സമീപം ഞാൻ തിരിച്ചറിഞ്ഞത്. അടുത്ത എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഡെയിലി ബ്രെഡ് എന്നും ഞാൻ കൂടുമായിരുന്നു. ഡെയിലി ബ്രെഡിൽ അച്ഛൻ സംസാരിക്കുന്ന വാക്കുകൾ, അച്ഛനിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെയാണ്. എൻ്റെ കൃത്യമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും സംസാരിക്കുന്നു. ഒന്നുമല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം സംസാരിക്കും, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച കാര്യങ്ങളായിരിക്കും കൃത്യമായി അച്ഛൻ പറയുന്നത്. ആ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ എനിക്ക് സംഭവിച്ച കാര്യം, അത് ഞാൻ ഒരു എക്സാം എഴുതിയ തിരുവനന്തപുരത്താണ്. അവിടുന്ന് ഞാൻ പാസ്സായ എക്സാം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ട്രെയിനാണ് പോകുന്നത്. പ്രവൺ റോട്ടിൽ നിന്നാണ് ട്രെയിൻ കയറി തിരുവനന്തപുരത്തിന് പോകുന്നത്. അപ്പോൾ മോനിപ്പള്ളിയിൽ നിന്ന് ഞാൻ സ്കൂട്ടറിനാണ് പോകുന്നത്. ആ പോകുന്ന വഴി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ലിമിറ്റിൻ്റെ അടുത്തൂടെ, അവിടുത്തെ ദുർഘടമായ ഒരു വഴിയാണ്. അന്നത്തെ ദിവസത്തെ പ്രയറിൽ അച്ഛൻ പറയുന്നത്, അന്ന് ഞാൻ പോകുന്ന ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലുള്ളതൊന്നും കാണാനും കൃത്യമായിട്ടൊന്നും കാണുന്നില്ല. അന്ന് ഞാൻ പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് സ്കൂട്ടർ വീണത് ഞാൻ മറിഞ്ഞു. പക്ഷേ സ്കൂട്ടർ എങ്ങനെയാണ് സംഭവിച്ചെന്നിരിക്കുക, സ്കൂട്ടർ പെട്ടെന്ന് ഓഫായി. സ്കൂട്ടർ എൻ്റെ കാലിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കും മറിഞ്ഞു കിടന്നു. ഞാൻ കൃത്യമായി എഴുന്നേറ്റ് നിൽക്കാൻ, ഞാനൊന്ന് വീഴുകയോ ഒന്നും ചെയ്തില്ല. അന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞാണ് ഞാൻ ആ ഡെയിലി ബ്രെഡ് കാണുന്നത്, ഡെയിലി ബ്രെഡ് കൂടുന്നത്. ആ ഡെയിലി ബ്രെഡ് കൂടുമ്പോഴാണ് ഞാൻ കൃത്യമായിട്ട് അച്ഛൻ ഈ കാര്യം സംസാരിക്കുന്നതായിട്ട് എനിക്ക് അന്നത്തെ അച്ഛൻ്റെ ടോക്ക് ഇത് തന്നെയായിരുന്നു. യാത്രയും ട്രാഫിക് ബ്ലോക്കും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പറയുന്നത്. പിന്നെയുള്ളത് എൻ്റെ എക്സാം, ഞാൻ ജന്മ എക്സാം 6 പ്രാവശ്യം എഴുതി, 4 മൊഡ്യൂൾ 6 പ്രാവശ്യമായിട്ടാണ് എഴുതിയത്. ഓരോ എക്സാമിൽ എനിക്ക് എക്സാം എഴുതുമ്പോഴും ഓരോ മൊഡ്യൂളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒരു മൊഡ്യൂൾ കിട്ടി. ആ മൊഡ്യൂളിൽ ഉണ്ടായത്, ഞാനിപ്പോഴും പ്രാർത്ഥിക്കുക, എനിക്ക് സ്പീക്കിംഗ്, എനിക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കുക എന്നുള്ളതായിരുന്നു എനിക്കൊരു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു,
അമ്മയെ സ്പീക്കിങ്ങിന് വരുമ്പോൾ അമ്മയുടെ സാന്നിധ്യം കൃത്യമായിട്ട് പ്രകടമാക്കണമേ എന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഞാൻ അകത്ത് സ്പീക്കിങ്ങിന് കയറുമ്പോൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സാമിനറായിട്ട് വരുന്ന മാഡത്തിൻ്റെ പേര് മേരിക്കുട്ടി എന്നായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പായി, എനിക്ക് കോൺഫിഡൻസ് പ്രതീക്ഷിച്ചു. അമ്മ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഇതിൽ ഞാൻ സംസാരിച്ചു. നല്ലവണ്ണം ഞാൻ പെർഫോം ചെയ്തു. ആ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എക്സാം പാസ്സാവുന്നു. ആ എക്സാം ഞാൻ പാസ്സായി. പിന്നെ അടുത്ത എക്സാം എന്ന് പറയുന്നത് റൈറ്റിങ്ങിൽ, അടുത്ത ചാൻസിൽ എനിക്ക് റൈറ്റിംഗ് കിട്ടിയത്. റൈറ്റിംഗ് എക്സാം എഴുതുമ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായി. ഞാൻ ചുറ്റും പുറം നോക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് കൃത്യമായി എഴുതിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് മാത്രം ഒന്നും എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടം വന്നു, ശരിക്കും സങ്കടം വന്നു. പെട്ടെന്ന് ഞാൻ അന്ന് എനിക്ക് എൻ്റെ കൊന്തയിലാണ് ഞാൻ ഉടമ്പടി കാശുരൂപം ഇട്ടിരുന്നത്. ആ ഉടമ്പടി കാശുരൂപത്തിൽ ഞാൻ മുറുകെ പിടിച്ചിരുന്ന് ഞാൻ കണ്ണടച്ചിരുന്ന് കരഞ്ഞു. പിന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്നറിയാം, ഞാനും കൃത്യമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. എനിക്ക് കൃത്യമായി എന്താ എഴുതുന്നതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം ഞാൻ എഴുതി. അങ്ങനെ ആ എക്സാമിൽ ഞാൻ കൃത്യമായിട്ട് ആ എക്സാമിൽ ഞാൻ പാസ്സാവുകയും ചെയ്തു. പിന്നെയുള്ള അടുത്ത 2 മൊഡ്യൂളും കൂടി ഉണ്ടായിരുന്നു എനിക്ക് കിട്ടാൻ. അടുത്ത മൊഡ്യൂൾ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, ഞാൻ ഓരോ എക്സാമിനും എഴുതുമ്പോഴും ഉടമ്പടി തൈലവും ഉപ്പും ഇട്ട് കൃത്യമായി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലവും ഉപ്പും ഇട്ടിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം പേപ്പർ എക്സാമിനറിന് തിരിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത എക്സാമിൽ എല്ലാവരും, അതിൻ്റെ കൂട്ടത്തിൽ ഇവളും എക്സാം എഴുതുന്നുണ്ട്. ഇവൾക്ക് ഓൾറെഡി 3 മൊഡ്യൂൾ കിട്ടി, ഒരു ജോലിയിലെ സെലക്ഷനായി. പിന്നെ അടുത്ത എക്സാം 1 മൊഡ്യൂൾ കിട്ടാനാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൊൽക്കത്തയിൽ ഡേറ്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നോടും ചോദിച്ചു ഡേറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 2 പേര് കൊൽക്കത്തയ്ക്ക് പോയി എഴുതുക. എക്സാമിന് ഓൾറെഡി നല്ല ഫീസാണ്. അപ്പോൾ ഞാൻ ജെൻസിയോട് പറഞ്ഞു, നീ പോയി എഴുത്, നിനക്കൊരു മൊഡ്യൂളല്ലേ ഉള്ളൂ, ഇനി ഞാൻ എന്തായാലും ഇതിനകത്ത് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുക, ഞാനിതുമായിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ഞാനിതൊന്ന് പിൻവാങ്ങാം, നീ ഇനി പാസ്സാവുകയാണെങ്കിൽ പാസ്സായി നീ പോയി കഴിഞ്ഞ് ബാക്കി ഞാൻ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് എടുക്കുന്നില്ല. പക്ഷേ എല്ലാവരും എന്നോട് നിർബന്ധിച്ചു, നീ 2 ഒരെണ്ണമെങ്കിലും എടുക്കുന്ന നിർബന്ധിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കത്തില്ല, ഞാൻ വരത്തില്ല, ഇവൾ പോയി എഴുതട്ടെ, ഇവൾക്ക് കിട്ടട്ടെ, എന്നിട്ട് നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു, ചേട്ടായി ഒരെണ്ണമെങ്കിലും എടുക്കുക, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ആരോ സംസാരിക്കുന്ന പോലെ തോന്നുന്നു, നിനക്ക് ഓരോ എക്സാം എഴുതുമ്പോഴും ഓരോന്നിലല്ലേ നീ പാസ്സാകുന്നത്, നീ ഒരു കാര്യം ചെയ്യേ, നീ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നീ പോയി എഴുതും എന്നുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ തോന്നി. ഒക്കെ അങ്ങനെ ആയപ്പോൾ ഞാൻ ഏറ്റവും കിട്ടാൻ ഏറ്റവും പാടുള്ള റീഡിംഗ് ആണ്. ആ എക്സാമിന് അത് തന്നെ ഞാൻ ഡേറ്റ് എടുത്തു. ഞാനും എക്സാമിന് പോകുന്ന സമയത്ത് ട്രെയിനാണ് പോകുന്നത്. ഞങ്ങൾ ലേറ്റായി. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ട്രെയിൻ മിസ്സാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. ഞങ്ങൾക്ക് ഒരിക്കലും കോട്ടയത്ത് എത്താൻ പറ്റാതെ, ഞങ്ങൾ 7 മണിക്കത്തെ ട്രെയിൻ ഞങ്ങൾ 6:15 കോട്ടയത്ത് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടില്ല. അപ്പോഴും ഇവളാണെങ്കിൽ ബസ് സ്റ്റോപ്പിലിരുന്ന് കൊന്തയില്ല, വിശ്വാസപ്രമാണം ചൊല്ലി, അവിടെ ഇരുന്ന് കൊന്തയില്ലുകയാണ്. പിന്നെ ഞങ്ങളൊരു ബസ് വന്നു, ബസ്സിൽ പോകുന്ന വഴിക്ക് ട്രെയിൻ ഓൾറെഡി ലേറ്റാണെന്ന് മെസ്സേജ് കിട്ടി. എന്നാലും ഞങ്ങൾ 7:15 അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചില്ല. ഞങ്ങൾ 7:15 ചെന്നില്ല. 7:30 ആകുമ്പോഴാണ് ഞങ്ങൾ കോട്ടയത്ത് എത്തുന്നത്. കോട്ടയത്ത് എത്തുമ്പോഴും അറിയുന്നത് ട്രെയിൻ അവിടെ കോട്ടയത്ത് വന്നിട്ടില്ല. അപ്പോൾ ആ ട്രെയിൻ എനിക്ക് കിട്ടി. ഞങ്ങൾ ഒരിക്കലും ആ എക്സാം എഴുതാനോ ഞങ്ങൾക്ക് കൊൽക്കത്തയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം ഉള്ളോട് പറഞ്ഞു, ഞാൻ ഈ എക്സാമിന് പാസ്സായിട്ട് ഞാൻ എഴുതുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഞാനിത് പാസ്സാവും. കാരണം ഞാൻ ഇതിനു മുമ്പും ഇത് സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്, ട്രെയിൻ ലേറ്റാക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആ ട്രെയിൻ ലേറ്റാക്കിയതാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിച്ചു. ആ എക്സാമിൽ ഞാനത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പാസ്സായി. റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രം എല്ലാ ലേസനും പാസ്സായി, ബാക്കി എല്ലാവരും ലേസന് പാസ്സായില്ല. ബാക്കി മോഡ്യൂളിനൊക്കെ പാസ്സായി, ഞാൻ മാത്രം റീഡിങ്ങിന് പാസ്സായി. പിന്നീട് അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഇൻ്റർവ്യൂ ആണ്. എനിക്ക് ഇവൾക്ക് ഓൾറെഡി ഒരു ഹോസ്പിറ്റൽ സെലക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഹോസ്പിറ്റലിലേക്ക് മാത്രം എനിക്ക് ഇൻ്റർവ്യൂ മതി, വേറെ ഇൻ്റർവ്യൂ എനിക്ക് ഇടണ്ടാന്ന്. അപ്പോൾ ഇവളുടെ ആ ഇൻ്റർവ്യൂ രണ്ടാമത് ഫെബ്രുവരി മാസത്തിലാണ് എനിക്ക് വന്നത്. ആ ഇൻ്റർവ്യൂ വന്നപ്പോൾ എൻ്റെ മെറിറ്റാണ്, എനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഓൾറെഡി അതിന് ഇൻ്റർവ്യൂ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇൻ്റർവ്യൂവിൽ ഞാൻ കൃത്യമായി പെർഫോം ചെയ്തു. എല്ലാവരും ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞായിരുന്നു, അവരെ ഇൻ്റർവ്യൂ എടുക്കുന്നവരോട് നിൻ്റെ വൈഫിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്ന പോലെ തോന്നി, അമ്മയെ പറയുന്ന പോലെ തോന്നി, നീ ഉടമ്പടിയിലല്ലേ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ. അപ്പോൾ ഞാൻ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് ജോബ് മതി, എൻ്റെ ആഗ്രഹമല്ല. അപ്പോൾ ഞാനത് ഇൻ്റർവ്യൂ എടുത്ത ആളോട് ഞാൻ വൈഫിന് കിട്ടിയെന്ന്
ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ ഇൻ്റർവ്യൂ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചതെല്ലാം കൃത്യമായി പെർഫോം ചെയ്തു. ആക്ച്വലി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്ട് ആയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം എനിക്ക് കിട്ടില്ല. അപ്പം ഞാൻ അമ്മയോട് ഒത്തിരി സങ്കടം പറഞ്ഞു. അമ്മ എന്നെ ഉടമ്പടി എടുത്തില്ലേ, അമ്മ എന്നെ വിട്ട് കളഞ്ഞോ എന്ന് ഞാൻ ചോദിച്ചു സങ്കടപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഞാൻ അമ്മയോട് അതിനു മുമ്പ് ഞാൻ വേറെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ 4 മൊഡ്യൂളും പാസ്സായി കഴിഞ്ഞ് മാത്രമേ എനിക്ക് ഇൻ്റർവ്യൂ വരാവൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ 4ാമത്തെ മൊഡ്യൂൾ എഴുതി അതിൻ്റെ റിസൾട്ട് വരാതെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എങ്ങനെയാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്, അമ്മ ചിലപ്പോൾ അതായിരിക്കും കേട്ട്. എന്നാൽ അതുകൊണ്ട് ഞാൻ ഈ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ ഉറപ്പായിട്ടും പാസ്സാവും ഞാൻ അവളോട് പറഞ്ഞു. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ ഉറപ്പായി റിസൾട്ടിന് പാസ്സായി. പിന്നെ അമ്മയോട് ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കിനി ജർമ്മനിക്ക് പോകണമെന്ന് ഓൾറെഡി ആഗ്രഹമില്ല. അമ്മയ്ക്കത് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല. എനിക്ക് ഇന്ത്യയിൽ നാട്ടിൽ തന്നെ നിന്ന് ജോലി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി നാട്ടിൽ നിൽക്കണമെന്ന് ഓർത്ത് മാത്രം ജോലി കളഞ്ഞ് വന്നതാണ്. ഇവൾ കയറിപ്പോയി കഴിഞ്ഞ് പോകുമല്ലോ എന്നുള്ള രീതിയിൽ വന്നതാണ്. എനിക്ക് ജർമ്മനിക്ക് പോകേണ്ട ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് വേണ്ടത് എൻ്റെ വൈഫ് സാക്ഷ്യം പറയുന്നതിനൊപ്പം കയറി നിന്ന് എനിക്ക് അവളുടെ കൂടെ നിന്ന് സാക്ഷ്യം പറയണം. അതിന് വേണ്ടി മാത്രം ഉള്ള കൃപ എനിക്ക് തന്നാൽ മതി എന്ന് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഉടനെ തന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ നോർക്കയിൽ നിന്നൊരു മെയിൽ വന്നു, നിനക്ക് സാർബ്രൂക്കനിലോട്ട് നിൻ്റെ CV സെലക്ട് ചെയ്തിട്ടുണ്ട്, അവർ നിന്നെ ഇൻ്റർവ്യൂ നടത്താൻ ആഗ്രഹിക്കുന്നത്, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ 2 ദിവസത്തിനുള്ളിൽ ഇൻട്രസ്റ്റ് അയക്കണം, താല്പര്യമുണ്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ. അപ്പം ഞാൻ ഓൾറെഡി ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു. ഹോസ്പിറ്റൽ തമ്മിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഹോസ്പിറ്റലും എനിക്ക് വരുന്ന ഹോസ്പിറ്റലും തമ്മിൽ 450 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം ഞാൻ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവുള്ളൂ, ഞങ്ങൾ തമ്മിൽ വീണ്ടും അകന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ പിന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ഈ മെയിൽ വരുമ്പോഴേ ഓൾറെഡി ഞാൻ വിശ്വസിച്ചിരുന്നു, ഇത് അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു ജോബാണ്, ഇത് അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് ഓൾറെഡി ഞാൻ വിശ്വസിച്ചിരുന്നു. എനിക്കുണ്ട്. എങ്കിലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ തന്നെ ഇത് എനിക്ക് കൊണ്ടുവരുന്നതാണെങ്കിൽ അമ്മ തന്നെ എന്നെ വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് 2 ദിവസത്തെ സമയമേ ഉള്ളൂ, ഇതിന് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ ഇവളോടും പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ അമ്മയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ കൂട്ടുകാരി ഓൾറെഡി ഇവളുടെ കൂടെ പഠിച്ച അവൾ ജർമ്മനിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അവളോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് കാര്യം പറയാം. അപ്പോൾ അവളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞപ്പോഴേ അവൾ പറഞ്ഞു, ഇത് എൻ്റെ ഹോസ്പിറ്റലാണ്, ഇതിനകത്ത് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കണ്ട, ചുമ്മാ അറ്റൻഡ് ചെയ്യാതിരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു, അമ്മ എന്നെ സെലക്ട് ചെയ്യാമെന്ന് വീണ്ടും ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് റെഡിയാണെന്ന് പറഞ്ഞൊരു തിരിച്ച് മെയിൽ അയച്ചു. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. ജൂലൈ 16-ാം തീയതിയാണ് എനിക്ക് എൻ്റെ ഡേറ്റും വന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നെങ്കിലും ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. 2-3 ദിവസം മുമ്പെങ്കിലും നമുക്ക് ഇൻ്റർവ്യൂവിനുള്ള ലിങ്ക് അവർ അയച്ചു തരുന്നതാണ്. അതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് എനിക്ക് തന്നു കഴിഞ്ഞാൽ അതിന് ഒരാഴ്ച മുമ്പ് നോർക്കയിൽ നിന്ന് തന്നെ എനിക്ക് അവിടുത്തെ കോർഡിനേറ്റർ എനിക്ക് മെയിൽ അയക്കുകയാണ്, നിൻ്റെ വൈഫ് ഓൾറെഡി ജർമ്മനിയിൽ ഒരു ഹോസ്പിറ്റലിൽ കമ്മിറ്റഡ് ആണ്, അവിടെ ഓൾറെഡി സെലക്റ്റഡ് ആണെന്ന് അവിടെ ജർമ്മനിയിൽ നിന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടി. അപ്പം നിനക്ക് ഇങ്ങോട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് പോയി, നിങ്ങൾ തമ്മിൽ ഇത്രയും ദൂരമുണ്ട്, നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് പോയാൽ നീ വൈഫിൻ്റെ അടുത്തേക്ക് പോകുമോ എന്നും പറഞ്ഞ് എനിക്ക് ഒരു മെയിൽ വന്നു. അപ്പം ഞാൻ ആ മെയിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും ശങ്കിച്ചു, ദൈവമേ എനിക്ക് ഇത്രയും അനുഗ്രഹം കൊണ്ട് തന്നിട്ട് ഇത് എനിക്ക് ഇൻ്റർവ്യൂ വരാതിരിക്കുമോ, ഇൻ്റർവ്യൂ എന്നെ അറ്റൻഡ് ചെയ്യിപ്പിക്കില്ലയോ എന്ന് ഞാൻ ഓർത്തു. എങ്കിലും ഞാൻ എനിക്ക് വിശ്വാസം അമ്മയല്ലേ എടുത്തിരിക്കുന്നത്, അമ്മ കൊണ്ടുവന്ന ആ ജോബ് എനിക്ക് അമ്മ കൊണ്ടുവരും എന്നുള്ളത് വന്നു. പക്ഷേ എനിക്ക് എന്നും 2 ദിവസം തിങ്കളാഴ്ചയാണ് എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്ന ദിവസം. ശനിയാഴ്ച ഞായറും നോർക്ക അവധിയാണ്. എനിക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം മെയിൽ കിട്ടിയാലേ എനിക്കത് അറ്റൻഡ് ചെയ്യാം. പക്ഷേ വെള്ളിയാഴ്ചയായിട്ടും എനിക്ക് മെയിൽ വന്നിട്ട് എനിക്ക് ശനിയാഴ്ചയാണ് പെട്ടെന്ന് എനിക്ക് മെയിലിൻ്റെ ലിങ്ക് വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഉള്ള ലിങ്ക് വന്നു. ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇൻ്റർവ്യൂ ആണ്, എനിക്ക് പഠിക്കണം, എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അമ്മേ, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നത്. എങ്കിലും എനിക്കൊരു വിശ്വാസം, അമ്മ കൊണ്ടുവരുന്ന കാര്യമില്ല, അമ്മ എന്ത് വേണേലും നടത്തി തരുമെന്ന് എനിക്കറിയാമോ, എനിക്കൊരു കുറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് ഇൻ്റർവ്യൂ ടൈം കിട്ടുന്നത് 2:30 തൊട്ട് 3:30 വരെയുള്ള ടൈമാണ്. ഇൻ്റർവ്യൂവിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഇൻ്റർവ്യൂ ലിങ്കിൽ അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്ന ലിങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. കൃത്യം 2 മണിയായപ്പോൾ ഞാൻ 1:30 തൊട്ട് ഓൺലൈനിലുണ്ട്. പക്ഷേ 2 മണിയായപ്പോൾ പെട്ടെന്ന് എൻ്റെ നെറ്റെല്ലാം കട്ടായിപ്പോയി, ലിങ്ക് വരുന്നില്ല.
ലിങ്കില്ല, എനിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ടെൻഷനായി, എനിക്ക് പറ്റുന്നില്ലല്ലോ, നെറ്റ് കിട്ടുന്നില്ല. അരമണിക്കൂറായിട്ടും എനിക്ക് നെറ്റ് വരുന്നില്ല. അന്ന് ജൂലൈ 16 അന്നത്തെ ദിവസമാണ് ജിയോയുടെ ഓൾ ഇന്ത്യ ലെവലിൽ ഇൻ്റർനെറ്റ് കട്ടായി പോയൊരു ദിവസമാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ, പക്ഷേ ഞാൻ ഓൾറെഡി പെട്ടെന്ന് 3 മണിയായപ്പോൾ പെട്ടെന്ന് എൻ്റെ മൊബൈലിൽ നെറ്റ് വരുന്നു. അപ്പോൾ ഓൾറെഡി എല്ലാം ഇൻ്റർവ്യൂ എടുക്കുന്നവരും പെട്ടെന്ന് ഞാൻ കാണുന്നവരെയാണ്. അപ്പോൾ പെട്ടെന്ന് ഇൻ്റർവ്യൂവും എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടവരല്ല ആ ഇൻ്റർവ്യൂവിൽ വന്നതും പോലും. എനിക്ക് അങ്ങനെ എന്നിട്ട് ഇൻ്റർവ്യൂവിൽ ഓൾറെഡി അവരെന്നോട് പറഞ്ഞു, ഇനി ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ സമയം പോയി, ഓൾറെഡി അരമണിക്കൂർ കട്ടായി, ഇനി അരമണിക്കൂർ ഉള്ളൂ, ഞങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ അവർ ഇൻ്റർവ്യൂ എടുത്തു. ഓൾറെഡി ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിക്കുമ്പോൾ അവരാദ്യം എന്നോട് ചോദിച്ചത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് 16 കൊല്ലത്തെ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അവരെന്നോട് പറഞ്ഞു, നിനക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ, നിൻ്റെ ഈ എമർജൻസിയിൽ നിനക്ക് ഒരിക്കലും രജിസ്റ്റേർഡ് നേഴ്സാവാതെ B2 പാസ്സായി രജിസ്റ്റേർഡ് നേഴ്സാവാതെ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിനക്ക് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേലും എക്സ്പീരിയൻസ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ സ്റ്റാഫ് ക്രൈസിസിലും പേഷ്യൻറ്റ് കൂടുന്നതനുസരിച്ച് ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ലിറ്ററലി ഒന്നും കാണിക്കാൻ എൻ്റെ രേഖയില്ല. എനിക്ക് എമർജൻസിയിലെ എക്സ്പീരിയൻസ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്നെ പറയുന്നു, അത് ബുദ്ധിമുട്ടാണ്, നിനക്ക് എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞു അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഉടനെ തന്നെ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു. നോർക്കയുടെ കോർഡിനേറ്റർ തന്നെ പെട്ടെന്ന് എനിക്ക് കോൾ വരികയാണ്. അവർ തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ, നിനക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഇല്ലേ, എന്തെങ്കിലും ഉണ്ടോ? എല്ലാം പറഞ്ഞു എനിക്കില്ല, എനിക്ക് പേപ്പറിൽ എനിക്ക് തരാൻ പറ്റത്തില്ല, എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വെർബലി പറയാനും വരും, എനിക്ക് എവിടെ ഡ്യൂട്ടി ചെയ്താലും എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് പേപ്പറിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഒരു കോൾ വന്നപ്പോൾ എനിക്ക് ഉറപ്പാണ്, ഈ ജോലി എനിക്ക് ഉറപ്പാണെന്ന് ഞാൻ വിശ്വസിച്ചു. അടുത്ത ദിവസമാണ് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് വരുന്നത്. ആ ഇൻ്റർവ്യൂ പാസ്സായതിൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു, എനിക്ക് ജോലി കിട്ടി. പിന്നെയും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താ, എനിക്ക് എൻ്റെ വൈഫിൻ്റെ കൂടെ ഒന്ന് ഇവിടെ സാക്ഷ്യം പറയണം, അതിനുള്ള അപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത മാസം തന്നെ ജൂലൈ 16 തന്നെ അടുത്ത മാസം വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ അവർ ഓൾറെഡി എല്ലാം പറയുന്നു. പക്ഷേ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു സ്ലോട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അവർ തന്നെ നോർക്കയിൽ നിന്ന് ഇടപെട്ട് അവർ തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൽ അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. അത് കഴിഞ്ഞ് എനിക്ക് വിസ വന്ന ഡേറ്റ്, ഞാൻ ഉടമ്പടി എടുത്ത ആ ഡേറ്റിൽ തന്നെ എനിക്ക് വിസ വന്നു. സെപ്റ്റംബർ 17, 2025 എനിക്ക് വിസ വന്നു. എനിക്ക് എൻ്റെ ട്രാവലിംഗ് എന്നോട് പറഞ്ഞിരിക്കുന്നത് നവംബറിൽ, ആദ്യം അവർ പറഞ്ഞ് ഒക്ടോബറിലാണ്. ഞാൻ ഒക്ടോബറിലാകുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയെ ഒക്ടോബർ 25-ആം തീയതി ആകേണ്ട ജപമാലയാണ്, അതും കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് ടിക്കറ്റ് വരാതുള്ളൂ. കഴിഞ്ഞ ദിവസം അവിടെ നിന്നുള്ള വീഡിയോ കോൺഫറൻസിൽ അവർ പറഞ്ഞത് നവംബറിലായിരിക്കും ട്രാവലിംഗ് ഉണ്ടാകും, നവംബർ 7 ആയിരിക്കും ട്രാവലുണ്ട്. അമ്മയെ ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് കൂടി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് പത്രം ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് പത്രം മേടിച്ചു കൊണ്ടുപോവുകയും എല്ലായിടത്തും പത്രം, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഇടവപ്പള്ളിയിൽ ഒരു പക്കറ്റ് പത്രം ഞാൻ എന്തായാലും കൊടുക്കുമായിരുന്നു. കിട്ടുന്ന അന്നേരം തന്നെ ആദ്യം പോയി എല്ലാവർക്കും തന്നെ. പക്ഷേ എല്ലാവരും ചോദിച്ചു, നിങ്ങളുടെ കാര്യം എന്തായത്? ഞാൻ പറഞ്ഞത് അമ്മയ്ക്കൊരു സമയമുണ്ട്, ആ സമയമാകുമ്പോൾ എല്ലാം ചെയ്ത് നടത്തിക്കോളും എന്നാണ് എല്ലാവരോടും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്, ഞാൻ സാമ്പത്തികമായി ഇപ്പോൾ ഞെരുക്കത്തിലായതുകൊണ്ട് ആരും എന്നോട് സഹായം ആവശ്യമായാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ കൽക്കട്ടയിൽ എക്സാമിന് പോയപ്പോൾ ഞാൻ ഇവിടുന്ന് എല്ലാ ലാംഗ്വേജും ബംഗാളി, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ ലാംഗ്വേജുള്ള പത്രവും മേടിച്ചു തന്നു. പോകുന്ന വഴിക്ക് ട്രെയിനിലെല്ലാം ഞാൻ പത്രം കൊടുത്തിരുന്നു. പിന്നെ അവിടെ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അനിയത്തി അവിടുത്തെ സ്കൂളിലാണ്, മഠത്തിലെ സിസ്റ്ററാണ്, ആ സ്കൂളിലാണ്, അവിടെ മഠത്തിലൊരു സ്കൂളും ഉണ്ട്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അന്നത്തെ എക്സാം എനിക്ക് ഉച്ചയ്ക്കായിരുന്നു എക്സാം. രാവിലെ ഞാൻ സ്കൂളിൽ ആ ബംഗാളി പത്രവുമായിട്ട് ഞാൻ സ്കൂളിൻ്റെ വാതിക്കൽ നിന്ന് ആ സ്കൂളിലെ പിള്ളേരെ കൊണ്ടുപോയിരുന്ന മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പത്രം കൊടുക്കുമായിരുന്നു. ആ പത്രം കൊടുത്തിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. പരിശുദ്ധ അമ്മ മാതാവ് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് വന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർത്തുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി മുൻപോട്ടുള്ള എൻ്റെ ഈ ജീവിതകാലം മുഴുവൻ ഈ ഉടമ്പടിയിൽ നിലനിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് അമ്മ
എനിക്ക് അനുഗ്രഹം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അമ്മയുടെ കൃപാദത്തിൽ സമർപ്പിക്കുന്നു.